നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. 5 വർഷം മുമ്പ് രണ്ടാം പിണറായി സർക്കാരിൽ KN ബാലഗോപാൽ ധനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ഒരു വലിയ ധനകാര്യ വിദഗ്ധൻ എന്ന പ്രതിച്ഛായൊന്നും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. തോമസ് ഐസക്കിനെയും KM മാണിയെയും പോലെ അതിപ്രഗത്ഭരായ ധനകാര്യ വിദഗ്ധർ കൈകാര്യം ചെയ്ത കേരള ധനവകുപ്പാണ് ബാലഗോപാലിനെ പോലെ ഒരാൾ കൈകാര്യം ചെയ്യുന്നത്. അത് എങ്ങനെയാവും എന്ന കടുത്ത ആശങ്കയുണ്ടായിരുന്നു. അതും കേരളം സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുന്ന ഒരു കാലത്ത്. ക്ഷേമ പെൻഷൻ അടക്കം വലിയ ബാധ്യത സംസ്ഥാനത്തിന് മേൽ അപ്പോഴുമുണ്ട്. BJP ഭരിക്കുന്ന കേന്ദ്ര സർക്കാരാണെങ്കിൽ കേരളത്തെ എങ്ങനെ ഞെരുക്കാമെന്നതിൽ പ്രത്യേകം ഗവേഷണം നടത്തുകയും ചെയ്യുന്ന ഘട്ടമാണ്. പക്ഷേ കേരളത്തിൻ്റെ സാമ്പത്തിക വണ്ടി പഞ്ചറാവാതെ 5 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ ബാലഗോപാലിനായി. രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാനത്തെയും ധനമന്ത്രി എന്ന നിലയിൽ ബാലഗോപാലിൻ്റെ 6ാമത്തെയും ബജറ്റ് അവതരണമാണ് നാളെ. 3-ാം ഊഴം ലക്ഷ്യമിടുന്ന ഇടതുമുന്നണി ഈ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ നടത്തുമോ? 2500 കൂട്ടുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്ന ക്ഷേമ പെൻഷൻ കൂട്ടുമോ? ശമ്പള പരിഷ്കരണ പ്രഖ്യാപനത്തിലും DA കുടിശ്ശിക വിതരണത്തിലുമാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രതീക്ഷ. എന്താണ് സാധാരണ ജനം ബഡ്ജറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? അത് നാളെ ഉണ്ടാകുമോ? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. കിള്ളിപ്പാലത്ത് നിന്ന് മഹിയാണ് ആദ്യ പ്രേക്ഷകനായി എത്തുന്നത്. ശ്രീ മഹി, കേരളത്തിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ പോയ ഘട്ടം, പലതരത്തിലുള്ള സാമ്പത്തിക ഞെരുക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോഴും കേരളം സാമ്പത്തികമായി അധികം പിന്നോക്കം പോകാതെ ക്ഷേമ പദ്ധതികളൊക്കെ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞ 5 വർഷവും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവസാനത്തെ ബഡ്ജറ്റ് വരികയാണ്. ഈ ബഡ്ജറ്റിൽ നിന്ന് എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം സാറേ. സാറേ, ഒരു കാര്യം പറയാം. ഈ ഗവൺമെന്റ് 4 ബഡ്ജറ്റും ജനങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ 2500 പെൻഷൻ ആക്കുന്നു. ഇപ്പൊ അത് നാളെ മറ്റേത് കൊടുക്കും, നടപ്പാക്കും. ഇപ്പൊ 2000 ഇന്ന് പെൻഷൻ കിട്ടി. വയസ്സായ ആള് കാപ്പി ഒന്ന് കിട്ടി. അത് നമുക്കുള്ള സന്തോഷമാണ്. 2500 ഈ ഗവൺമെന്റ് ആക്കും. 3-ാം തവണയും ഇടത് ദിവസം തന്നെ വരും. അതിന് സംശയമില്ല. കോൺഗ്രസ് അവിടെ തീർന്ന്, കേരളം തീർന്ന്. താങ്കളുടെ പ്രതീക്ഷ എന്താണെന്ന് പറയൂ. കോൺഗ്രസ് നല്ല 4 ബഡ്ജറ്റ് നല്ല ഇതാച്ചാണ് പോയത്. നാളെ നല്ലതായിരിക്കും. പറഞ്ഞ കാര്യം ചെയ്തിരിക്കും. പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് ഇനി നാളത്തെ കാര്യം ബഡ്ജറ്റിന്റെ കാര്യം ചെയ്യും. അതിന് ഒരു സംശയം വേണ്ട. ജനങ്ങൾക്കറിയാം ഈ ഗവൺമെന്റ് പാവങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഗവൺമെന്റാണ്. ശ്രീനിവാസനാണ് തിരുവനന്തപുരത്ത് നിന്നാണ്. ശ്രീനിവാസൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ബഡ്ജറ്റിൽ നിന്ന് കേരളം എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവസാനത്തെ ബഡ്ജറ്റാണ്, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായി നടത്തുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനമാണ്. എന്ത് പ്രതീക്ഷിക്കുന്നു? ഇതൊക്കെ ഇലക്ഷൻ സ്റ്റണ്ടല്ലേ. നാളത്തെ ബഡ്ജറ്റിൽ വാരിക്കോരി പിണറായി വിജയൻ കൊടുത്തുകൊണ്ടിരിക്കും. 2500 ആക്കുന്നത് പറയും. ഈ മാസം തന്നെ കിട്ടിയിട്ടില്ല പെൻഷൻ. 2000 ആക്കിയിട്ട് കഴിഞ്ഞ മുമ്പത്തെ പ്രാവശ്യം 15-ാം തീയതി പെൻഷൻ ഇപ്പോൾ കിട്ടിയെന്നാണല്ലോ മഹി കിള്ളിപ്പാലത്ത് നിന്നുള്ള മഹി പറഞ്ഞത്. താങ്കൾക്ക് പെൻഷൻ കിട്ടിയില്ലേ? ഇല്ല, ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. എന്തായാലും അങ്ങനെ കുടിശ്ശിക കാര്യമായില്ലാതെ ആ പെൻഷൻ വിതരണം കഴിഞ്ഞ 5 കൊല്ലം നടക്കുന്നുണ്ടല്ലോ. അതെ, അതൊക്കെ ആയിക്കോട്ടെ. അതൊക്കെ പ്രധാനമല്ലേ? പാവങ്ങൾക്ക് കൊടുക്കുന്ന ചെറിയ തുക പോലും ആ തുക കൃത്യമായി ജനങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചത് വലിയ ആശ്വാസമല്ല. അതൊക്കെ നല്ല കാര്യം. അതൊക്കെ ചെയ്യണ്ടേ? പിന്നീടാണ് ഇവര് രണ്ടാമത് വന്നിരുന്നത്. അതൊക്കെ ചെയ്യാൻ വേണ്ടിട്ടല്ലേ രണ്ടാമത് ആൾക്കാർ വോട്ട് ചെയ്ത് കൊണ്ടുവന്നത് പറഞ്ഞാണ്. അത് കിട്ടുന്നില്ല. 2500 ആക്കെന്ന് പറഞ്ഞാൽ അടുത്ത സർക്കാർ വരുന്നതിന്റെ അവരെ തലയിലേക്ക് ഇതെല്ലാം വെച്ച് കെട്ടും. ഇത് യാതൊരു സംശയവും കൂട്ടുണ്ടായെന്നാണോ? അല്ലല്ല, കൂട്ടാൻ പറ്റില്ലല്ലോ. അവരിപ്പോ അധികാരത്തിൽ കയറിയതല്ലേ. 2500 ആക്കുന്നുണ്ട്. 5 വർഷമായില്ലേ. 2500 പറഞ്ഞെങ്കിലും അത്രയും ആക്കിയില്ലെങ്കിലും കഴിഞ്ഞ 5 വർഷവും തുക മുടങ്ങാതെ തന്നു. അത് പറഞ്ഞിട്ട് കാര്യമില്ല. പ്രകടന പത്രികയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളത് എന്താ? 2500 ആക്കുന്നു പറഞ്ഞിട്ട് ഞങ്ങളെ പോലുള്ളവരൊക്കെ ഞാൻ വരാം. 2500 ആയില്ലെങ്കിലും ശ്രീനിവാസൻ, നേരത്തെ ഒക്കെ എത്ര കിട്ടുന്നത് ശ്രീനിവാസൻ അറിയാമല്ലോ. 10 വർഷം മുമ്പ് എത്ര തുകയായിരുന്നു ഉണ്ടായിരുന്നത് അറിയാമല്ലോ. 100, 200, 300, 500 ഒക്കെ ഉണ്ടായിരുന്ന തുകയാണ് ഇപ്പോൾ കൂട്ടി ഈ 1800 എത്തിയത്. അല്ല, അത് പറഞ്ഞ എല്ലാ കോലംപേരും അന്നിപ്പോ അരിക്ക് ഒരു കിലോക്ക് അരിക്ക് 8 രൂപ ഉണ്ടാകും. 1 കിലോക്ക് അരിക്ക് 8 രൂപയ്ക്കൊന്നും 2016 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിൽ കിട്ടില്ല. അല്ല
സാധനങ്ങളുടെ വില കുറവും എല്ലാം ഇതിലും റേറ്റിംഗിൽ വ്യത്യാസമുണ്ട്. അപ്പൊ കാലം മാറുമ്പോ അതനുസരിച്ച് റേറ്റിംഗ് കൂടും. അതിൽ പറ്റൊന്നുമില്ല. 5 കൊല്ലമായിട്ട് 2500. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾക്ക് എന്താണ് ഈ അവസാന ബജറ്റിൽ നിന്ന് ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന 6ാമത്തെ ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമസ്കാരമുണ്ട് സാറേ. അദ്ദേഹം പറഞ്ഞു അത് അവതരിപ്പിച്ച മറ്റേ അയാളെ തിരക്കൂടുക മുന്നേ പറഞ്ഞാൽ മതി. പക്ഷെ ഇവിടെ ബാങ്കിലുള്ള ആൾക്കാർക്ക് കയറിയ പൈസ കിട്ടിയിട്ടുണ്ട്, വീട്ടിൽ കൊടുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ അതിന് സാവകാശം കിട്ടും. അപ്പൊ അടുത്ത ബജറ്റ് എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിൽ കണ്ടമാനം വികസനം വന്നു. എല്ലാ കാര്യങ്ങളും വലിയ വലിയ റോഡുകള്, പിന്നെ ഭൂമിന്റെ അടിയിൽ കൂടെ അല്ല ഗ്യാസ്, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പെൻഷൻ, ഇതൊക്കെ വന്നിട്ട് ഈ സർക്കാരിനെ ഇവരെ അധികാരത്തിൽ കയറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറ്റണ്ട. ആണെങ്കിൽ 2500 റുപ്യ കിട്ടണമെങ്കിൽ അടുത്ത കൊല്ലം അത് 5000 റുപ്യ ആക്കി കൊടുക്കും. അപ്പോ വേണമെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്തോട്ടെ. അടുത്ത സർക്കാർ ഇവിടെ ഉണ്ടായ ഒരു നിർബന്ധമാണ്. മറ്റവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെ കാട്ടാന്നുള്ളത് അത് ഓർക്കാൻ പോലും നിവൃത്തില്ല. ആരാ കുപ്പായിട്ടിട്ട് ഇങ്ങനെ നടക്ക്. അത് കിട്ടാൻ വേണ്ടിയിട്ട് 3 പ്രാവശ്യം അന്ന് പിന്നെ ഒരു ചാനല്, സാറിന്റെ ചാനലല്ല വേറൊരു ചാനൽ പറഞ്ഞ് 3 പ്രാവശ്യം കേട്ടു. ലൈംഗിക കേസിന് മൂന്നാമത്തെ ലൈംഗിക കേസിന് പിന്നെ ജാമ്യം കിട്ടിയെന്ന് എന്നും പറയാണ്ട്. അപ്പൊ ഇതൊക്കെ കേൾക്കുക ഒരു MLA കാര്യമാണ് പറയുന്നത്. ശരി, അതിലേക്ക് തൽക്കാലം കിടക്കുന്നില്ല. ശ്രീ ബാലകൃഷ്ണനാണ്, വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾ എന്താണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഒരുപാട് മോഹന വാഗ്ദാനങ്ങളുണ്ട്. പക്ഷെ പെൻഷൻ ഇപ്പം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് തെറ്റാണ്. പെൻഷൻ പലർക്കും കിട്ടിയിട്ടുണ്ട്, ബാങ്കിൽ കിട്ടുന്നവർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട് എന്റെ അറിവിൽ. അപ്പൊ അത് വീട്ടിൽ കിട്ടുന്നവർക്ക് കുറച്ച് വൈകിട്ടേ കിട്ടൂ. പിണറായി സർക്കാർ വരാതെ ബാധ്യത തലയിലാക്കാനെന്ന് പറയുമ്പോൾ വേറൊരാൾ അധികാരത്തിൽ വരും എന്നുള്ള വ്യാമോഹമൊന്നും വേണ്ട. ഇടതുപക്ഷം തന്നെ കേരളത്തിൽ അധികാരത്തിൽ വരും, യാതൊരു സംശയമില്ല. വേറൊരു സർക്കാരിന്റെ തലയിലാക്കാനാ 2500 ആക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഒരു മിഥ്യാധാരണയാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെയാ കേരളത്തിൽ അധികാരത്തിൽ വരും 2026 യാതൊരു സംശയമില്ല. പക്ഷെ ഇവരിപ്പൊ ഈ നൽകുന്ന വാഗ്ദാനങ്ങൾ പാലിക്കാൻ എവർക്ക് വരെ സാധിക്കത്തില്ല. അത് മറ്റൊന്നും. ഇനി ഇവരിപ്പോ മോഹന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കൊടുക്കും, പക്ഷെ ഫണ്ടില്ലല്ലോ. പിന്നെ കേന്ദ്രം ഗവേഷണം നടത്തുന്ന ഏത് കോളേജിൽ നിന്നാണ് സാറൊന്ന് പറഞ്ഞു തന്നാൽ അത് വളരെ സന്തോഷമായിരുന്നു കേരളത്തിനെ മുക്കിക്കൊല്ലുവാൻ. കാരണം ഇവിടെ ഒരു നീതിന്യായ വ്യവസ്ഥയും ജനാധിപത്യ വ്യവസ്ഥയും ആണല്ലോ രാജ്യത്തുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ഫെഡറൽ സംവിധാനത്തിന് ഒരു സംസ്ഥാന സർക്കാരിന് മോഡി സർക്കാരിലെ ഈ ദേവേന്ദ്രം പറ്റാലും കൊടുക്കാതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഇന്ത്യയുടെ നിയമം അനുസരിച്ച്, ഭരണഘടന അനുസരിച്ചു. അപ്പൊ അതായത് ഏത് കോളേജിൽ നിന്നാണ് അതിന്റെ ഗവേഷണം നടത്തുന്നത് പറഞ്ഞു. എന്തിനാണ് പിന്നെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ഇത് സംബന്ധിച്ച കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നത്? വെറുതെ ഒരു കേസ് കൊടുത്താണെങ്കിൽ കോടതി തള്ളിക്കളയില്ലേ? കോടതി എന്താണ് ആ കാര്യങ്ങളൊക്കെ പരിഗണിക്കുന്നത്? സംസ്ഥാനത്തെ അങ്ങനെ ഞെരുക്കരുത് എന്ന് കോടതി തന്നെ പറയേണ്ട അവസ്ഥയടക്കം ഉണ്ടായില്ലേ? അതൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തെ പോലെ ഒരു സംസ്ഥാനത്തെ ഞെരുക്കുകയും മറ്റ് അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയും ചെയ്യുന്നതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ഉണ്ടായത്? അല്ല, ഞാനൊരു കാര്യം ചോദിച്ചത്, കേരളം മുമ്പ് കടമെടുക്കാൻ പോയി ഇപ്പം കൊടുക്കാതിരുന്നിട്ട് കോടതി പറഞ്ഞത് എന്താണെന്നറിയോ? എന്താ ഞെരുക്കമുള്ള ഒരു സർക്കാരിന് കടം കൊടുത്താലെന്നാ ചോദിച്ചത്. അപ്പൊ കൊടുക്കാനുണ്ടെങ്കിൽ ഏത് രൂപത്തിൽ സുപ്രീം കോടതി പ്രതികരിക്കും? അപ്പൊ അതൊക്കെ നിങ്ങൾ തെരഞ്ഞെടുത്ത ഇലക്ഷൻ ജിമ്മിക്കായിട്ട് കളിച്ചോ. പക്ഷെങ്കിൽ ഔദ്യോഗികമായിട്ട് സാറിന്റെ ഇന്ത്യയിൽ എത്ര നെറ്റ്വർക്കുള്ള ചാനൽ അങ്ങനെ പറയാൻ പാടില്ല. യാഥാർത്ഥ്യമല്ലാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല, അത് കോടതിയെ ബോധ്യപ്പെടുത്തണം. കോടതിയെ ബോധ്യപ്പെടുത്താനല്ലേ കോടതിയിൽ സുപ്രീം കോടതിയിൽ കേസ് കിടക്കുന്നത്? അല്ല, അങ്ങനെ ഒരു കേസ് ഞാൻ മുമ്പ് പറഞ്ഞല്ലോ. കടമെടുക്കാൻ പോയിട്ട് എന്തേ കൊടുക്കാത്തതെന്ന് ചോദിച്ച സർക്കാർ കൊടുക്കാനുണ്ടെങ്കിൽ അത് തടഞ്ഞു നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരി, ഓക്കെ. താങ്കൾക്ക് തോന്നുന്നുണ്ടാവില്ല. ആളുകൾ കേരളത്തിലുണ്ട്. ശ്രീ സുരേഷ് കുമാറാണ് പറയാനുള്ളത്. അതെ, ശരി, കടക്കാവൂരുന്നു. താങ്കൾ പറഞ്ഞു. പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ബഡ്ജറ്റിന് വമ്പൻ പ്രഖ്യാപനം അവർ പ്രഖ്യാപിക്കും കേട്ടോ. അത് ഒന്നും നടക്കത്തില്ല. കാരണം എന്താണെന്നറിയാം, ഇതിന് മുമ്പൊരിക്കല് ഈ കെട്ടിട നികുതിയുടെ 300 രൂപയായിരുന്നു 6000 രൂപകളായി. കെട്ടിട നികുതിയല്ല, കെട്ടിട പെർമിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അത് ബാക്കി പഞ്ചായത്തിൽ നിന്ന് ഇവർ എത്രയോ ശതമാനം കുറച്ചിട്ടുണ്ട്, തിരിച്ചു തരുമെന്ന് പറഞ്ഞ് ഞാൻ പഞ്ചായത്തിൽ പോയി അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഇല്ല.
അപ്പൊ ഈ ബാലഗോപാൽ അത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് ഇത്ര ശതമാനം കുറയ്ക്കുമെന്ന്. പക്ഷെ അത് യാതൊന്നും നടന്നിട്ടില്ല, ഇതുവരെ ആർക്കും കൊടുത്തിട്ടുമില്ല പൈസ. അപ്പൊ അതേപോലെ വമ്പൻ പ്രഖ്യാപനം ഇവര് പ്രഖ്യാപിക്കും, ജനങ്ങളെ വിഡ്ഢികളാക്കുക, ജനങ്ങളെ എത്രത്തോളം പിഴിയാൻ പറ്റുമോ അത് പിഴിയും ഇവര്. അതുകൊണ്ട് ഇതൊന്നും ഒരു കാര്യമല്ല, ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്തതാണ്. അത്രേ എനിക്ക് പറയാം. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ രാജേന്ദ്രൻ പിള്ളയാണ് കൊല്ലത്തു നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാജേന്ദ്രൻ പിള്ള, താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഈ ബഡ്ജറ്റിൽ നിന്ന് താങ്കൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നല്ല നല്ല ഓഫറുകൾ കാണും സാറേ, നല്ല ഓഫറുകൾ കാണും, നല്ല ഓഫറുകൾ കാണും. ഈ 2500 രൂപ കൊടുക്കുന്നത് നല്ല കാര്യമാണ്. പറഞ്ഞോളൂ. നല്ല നല്ല ഓഫറുകൾ കാണും സാറേ, നല്ല ഓഫറുകൾ താങ്കളെ കാണും. ടി വിയിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ടാണ് താങ്കൾക്ക് കൃത്യമായി പറയാൻ കഴിയാത്തത്. ശ്രീ ഷിജു ആണ്, ആറന്മുളയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഷിജു, താങ്കളെ സംബന്ധിച്ച് താങ്കൾക്ക് ഈ നാളെ ബാലഗോപാൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റിൽ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സാറേ, ഇത് ഏറ്റവും അവസാനത്തെ LDFന്റെ ബഡ്ജറ്റാണ്. കാരണം എന്ന് പറഞ്ഞാൽ വാരിക്കോരി കൊടുക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം അടുത്ത ഒരു 4 മാസം കൂടെ കഴിയുമ്പോൾ ഇലക്ഷനാണ്. അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് വാരിക്കോരി കൊടുത്തെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഒരു ബാധ്യതയാണ്. ഇതിനു മുമ്പ് സംസാരിച്ചതെല്ലാം പെൻഷനെ പറ്റി മാത്രമാണ് പറയുന്നത്. പെൻഷൻ മാത്രമല്ല കേരളത്തിന്റെ വിഷയങ്ങൾ. കേരളത്തിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് കേരളം. ഈ പെൻഷൻ കൊണ്ട് മാത്രം ജീവിക്കുന്നതിന് മുമ്പ് സംസാരിച്ച കുറെ രാഷ്ട്രീയ അടിമകളുണ്ട്. അവരോട് അവർ കേൾക്കാൻ കൂടെയാണ് പറയുന്നത്. സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത വലിയൊരു സാഹചര്യമാണ് കേരളത്തിൽ. കാരണം ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതൊന്നും ആരും ഹൈലൈറ്റ് ചെയ്തില്ല. ഈ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നു? സപ്ലൈകോ ചെന്ന വല്ല സാധനങ്ങളുണ്ടോ? വലിയ ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടോ? ഇടയ്ക്കിടയ്ക്ക് ചില സാധനങ്ങളൊക്കെ ഇല്ലാതിരിക്കും, പക്ഷെ അങ്ങ് തീരെ സാധനമില്ലാത്ത അവസ്ഥയൊന്നും ഇല്ലല്ലോ. തീരെ സാധനമില്ലാത്ത അവസ്ഥകൾ വന്നപ്പോൾ ഒരു വലിയ വാർത്തയായി സാർ കണ്ടായിരുന്നല്ലോ. അതാ ഇടയ്ക്ക് ഞാൻ അങ്ങനെ തന്നെയല്ല പറഞ്ഞത്. ഇടയ്ക്ക് സാധനങ്ങളുടെ എണ്ണം കുറയുകയും പിന്നീട് അത് പരിഹരിക്കുകയൊക്കെ ചെയ്തതല്ലേ. ഭൂരിപക്ഷ സമയം എന്തായാലും അവിടെ സാധനങ്ങളുണ്ടല്ലോ. പച്ചക്കറി പോലത്തെ സാധനങ്ങളൊന്നും ഇല്ല. സാധാരണക്കാരൻ കർഷകർ നെല്ലിന് പൈസ കിട്ടത്ര. ഞാൻ ഞങ്ങളുടെ നാട്ടിലൊക്കെ നെല്ല് കൃഷി ചെയ്യുന്ന കർഷകർ ഇന്ന് കരച്ചിലാണ്. പൈസ കിട്ടുന്നുണ്ടോ? ഇവർക്കൊക്കെ 2500 പെൻഷൻ കിട്ടിക്കഴിഞ്ഞാൽ LDF സർക്കാർ എല്ലാമാണ്. പക്ഷെ പാവങ്ങൾ ഇവിടെ കിടന്നുകൊണ്ട് വെയിലത്തും മണ്ണത്തും കിടന്ന് പണിയെടുക്കുന്നതിന് കൃത്യമായിട്ട് സാറിന് കൂലി കിട്ടുന്നില്ല. ഇവിടെ ബംഗാളികൾ ഒരു ദിവസം കൂലി ജോലി ചെയ്താൽ 1000 ശമ്പളമാണ്. അതേസമയം നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന നമ്മുടെ സാധാരണക്കാരെ കർഷകർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇവർക്കൊക്കെ 2500 പെൻഷൻ കിട്ടിയ എല്ലാം തീർന്ന് LDF സർക്കാർ വെരി ഗുഡ് എന്നാണ് അവർ പറയുന്നത്. അതല്ല അവസ്ഥ. ഇന്ന് ഒരു മനുഷ്യൻ 2500 രൂപ കിട്ടിയാൽ പോലും ഒരു മാസം ജീവിക്കാമെന്നോ ഇവരൊക്കെ പറയുന്നത്. അതുപോലെ തന്നെ പൊതുക്കടം എത്രയാണ്? ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ തലയിൽ വരുന്ന കടം എത്രയാണ്? അതൊക്കെ ചിന്തിക്കേണ്ടേ ഇവര്? ആ കടത്തിൽ നിന്ന് കരകയറാൻ ഇവർ എന്തെങ്കിലും പ്രൊജക്ട് കൊണ്ടിരുന്നുണ്ടോ? ആകെപ്പാടെ കേരളത്തിൽ ഓടുന്ന എന്തെങ്കിലും ഒരു പൊതുമേഖലാ സ്ഥാപനം ഉണ്ടോ കേരളത്തിൽ ലാഭത്തിൽ ഓടുന്നത്? കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പൂട്ടുന്ന അളവ് കുറയുകയും കേരളത്തിലെ നഷ്ടത്തിലായിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പലതും വീണ്ടും പ്രവർത്തനക്ഷമമാവുകയും ഒക്കെ ചെയ്തൊരു ഘട്ടം കൂടിയല്ലേ? ഏതാ സാറേ? ഏത് പൊതുമേഖലാ സ്ഥാപനമാണ് സാർ ഇവിടെ ലാഭത്തിൽ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുവന്നത്? KSRTC ഞാൻ സമ്മതിക്കുന്നു, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഓക്കെ. അതല്ല ഏതുകൊണ്ട് മെട്രോ ഓക്കെ. കേരളത്തിലെ മെട്രോയൊക്കെ ലാഭമായാലും നഷ്ടമായാലും ആ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് വലിയ ആശ്വാസമല്ലേ? നഷ്ടമാണെന്ന് പറഞ്ഞാൽ പൂട്ടിക്കളയുന്ന അവസ്ഥയല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. കൂട്ടിക്കളയുന്ന അവസ്ഥ അന്നത്തെ സാഹചര്യം അതായിരുന്നു. ഇന്നത്തെ സാഹചര്യം അതല്ല. 2500 രൂപ അതിനേക്കാളും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് കേരളം നിൽക്കുന്നത്. ഈ സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ സാർ ഉണ്ടായത്? അത് ആദ്യം മനസ്സിലാക്കണം. ഇത് TP ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്നവർക്ക് വേണ്ടി ലക്ഷങ്ങൾ മുടക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെയാണോ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്? ഒരു സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നത് TP ചന്ദ്രശേഖരന്റെ പദമായിട്ട് എന്താണ് ബന്ധം? പറയുമ്പോൾ അതിനകത്തൊരു കണക്കിനകത്ത് ചില ആളുകളൊക്കെ പറയുന്ന പോലെ ഈ ഒരു മിഠായി കുറച്ച് മേടിച്ചു കഴിഞ്ഞാൽ നാളെ വീട് വെക്കാമെന്നൊക്കെ പറയുന്ന പോലെ അതിൽ കാര്യമുണ്ടോ? ഈ ഖജനാവിൽ നിന്ന് എടുത്തിട്ടാണോ പൈസ എടുത്ത് കൊടുക്കുന്നത്? സാധാരണക്കാരന്റെ പൈസയാണോ പോയത്? അതല്ലല്ലോ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക്. അത് വേറെ വിഷയം. കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ വിഷയം ഇതുമായിട്ട് എന്താണ് ബന്ധം? ഞാൻ പറയാം. സാരി വ്യക്തമായിട്ട് പറഞ്ഞു. ഒരു മിനിറ്റ് എനിക്ക് തരണം. ഈ സാമ്പത്തിക പരിസ്ഥിതി വിഷയം എന്ന് പറഞ്ഞാൽ ഈ സാധാരണക്കാരന് കിട്ടേണ്ട പൈസയാണോ എടുത്തിട്ട് ഇത് പല വഴിക്ക് കൊടുക്കുന്നത്? അപ്പൊ ഇതെല്ലാം അത് എത്ര രൂപയാണ്? അത് ചെറിയ തുകയിൽ ആ തുക കൊണ്ടാണോ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കുന്നത്? സാറേ, ചെറുതൊന്നും വലുതൊന്നും ഒന്നുമില്ല. ഇത് സാധാരണക്കാരൻ ഒരു പച്ചക്കറി മേടിക്കാനെ കൊണ്ട് 500 രൂപ ചെന്നാൽ അവനൊന്നും കിട്ടുന്നില്ല. എങ്ങനെയാണ് കാണുന്നത് എനിക്കറിയില്ല. സാധാരണ ഞാൻ ചോദിക്കുന്നത് സാധാരണക്കാരൻ ഒരു ദിവസത്തെ കൂലി കിട്ടുന്ന 1000 രൂപയും കൊണ്ട് അവനൊരു മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവൻ ഒരു ദിവസത്തേക്കുള്ള സാധനം മേടിക്കാൻ പറ്റുന്നില്ല. യാഥാർത്ഥ്യമാണ്. അതിനല്ലേ അത്തരം ആളുകൾക്ക് വേണ്ടിയല്ലേ സഹായങ്ങൾ സർക്കാർ ചെയ്യുന്നത്? എന്ത് സഹായം? അതാ ചോദിച്ചത്. ഈ പറഞ്ഞ ക്ഷേമ പെൻഷൻ അടക്കം നൽകുന്ന അതിനു വേണ്ടിയല്ലേ? എന്ത് സഹായം? എന്ത് കൊടുക്കണം? ക്ഷേമ പെൻഷൻ അടക്കം നൽകുന്ന അതിനു വേണ്ടിയല്ലേ? സാറേ, ഈ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കൊണ്ട് എല്ലാം ആയെന്നാണ് സാർ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞോ ശ്രീ ഷിജു? അതാണ് അവിടെയാണ് ഞാൻ ഇതിനു മുമ്പ് സഹായം ഒരു സർക്കാരിനെല്ലാം എല്ലാ ആളുകളെയും മുഴുവൻ സമയത്തും എല്ലാ കാര്യത്തിലും എല്ലാവരെയും എല്ലാം ചെയ്യാൻ കഴിയില്ല. പക്ഷേ സർക്കാരിന് ഒരു കൈത്താങ് കൊടുക്കാൻ കഴിയും.
നിങ്ങൾക്ക് നല്ല ആശുപത്രികളുണ്ടെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ 1000 2000 ആവുമെങ്കിൽ നിങ്ങൾക്ക് സൗജന്യമായി സർക്കാർ ആശുപത്രിയിൽ പോയി ചികിത്സയ്ക്കുള്ള സംവിധാനം ഒരുക്കാൻ കഴിയും. നിങ്ങളുടെ കുട്ടികൾക്ക് ആയിരക്കണക്കിന് രൂപ കൊടുക്കുക വലിയ ഫീസ് കൊടുത്ത സ്കൂളുകൾ അയക്കാതെ കഴിവില്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാർ സ്കൂളിൽ നല്ല വിദ്യാഭ്യാസം ഉറപ്പാക്കി അവിടെ അയക്കാൻ കഴിയും. അതെല്ലാം ഒരു സഹായമാണ്. അതുകൊണ്ടാണ് പഞ്ഞിയും നൂലും എല്ലാം കൈകാശ് കൊടുത്ത് മേടിച്ച് ഗതികേട് കഴിഞ്ഞ ഷിജുവിനെ ഏത് ആശുപത്രിയിലാണ് അത്ര തീരെ മോശപ്പെട്ട ഒരവസ്ഥയിൽ? ഷിജു അടുത്ത കാലത്ത് എവിടെയെങ്കിലും ആശുപത്രിയിൽ പോയിട്ടുണ്ടോ? സാറേ ഇപ്പൊ ഒരു ഡോക്ടറിന്റെ വെളിപ്പെടുത്തൽ വന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വെളിപ്പെടുത്തൽ അവിടെ നിൽക്കട്ടെ, കുഴപ്പങ്ങളില്ല എന്നല്ലല്ലോ പറഞ്ഞത്. ഷിജു കഴിഞ്ഞ ഏറ്റവും അവസാനം സർക്കാർ ആശുപത്രി പോയെന്നാണ്. അല്ലല്ല, ഡോക്ടർ വെളിപ്പെടുത്തില്ലയോ? അത് അവിടെ നിൽക്കട്ടെ, ഷിജു അവസാനം സർക്കാർ ആശുപത്രി പോയെന്നാണ് താങ്കൾ ബോധ്യമുണ്ടല്ലോ. എനിക്ക് ദൈവം സഹായിച്ച അസുഖങ്ങൾ വരാത്തതുകൊണ്ട് ഞാൻ സർക്കാർ ആശുപത്രി പോകുന്നില്ല. അതേസമയം എന്റെ കൂടെ ഉള്ളവർ പോകുന്നുണ്ട്. ആ കൂടെ ഉള്ളവർ പോകുന്നവരോട് ചോദിക്കാം. ആ കൂടെ ഉള്ളവർ പോകുന്നെങ്കിൽ കഴിഞ്ഞ 10 കൊല്ലോ 20 കൊല്ലം മുമ്പുണ്ടായിരുന്ന അവസ്ഥയല്ല ഇന്നത്തെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്കുള്ളത്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, 20 കൊല്ലത്തെ മുമ്പത്തെ അവസ്ഥയാണ്. 20 കൊല്ലം മുമ്പ് 12 രൂപയ്ക്ക് അരി കിട്ടുവാൻ ഇപ്പം 75 രൂപ അരി. പണ്ടത്തെ സാഹചര്യം വ്യത്യാസമുണ്ട്, കാലത്തിനനുസരിച്ച് കാലം മാറും. അതിനനുസരിച്ച് സർക്കാർ ആശുപത്രികളുടെ സംവിധാനങ്ങൾ ഒരുപാട് കൂടിയെന്നാണ് പറഞ്ഞത്. അത് കൂടണം. അത് കാലാകാലങ്ങളായിട്ട് വരുന്ന സർക്കാരുകൾ ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ ഈ 4-10 വർഷം കൊണ്ട് ഉണ്ടായതൊന്നും അല്ല. ഞാൻ പറഞ്ഞു അങ്ങനെ ഈ 10 വർഷം കൊണ്ട് ഉണ്ടായതാണെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞില്ല. ഞാനും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ആശുപത്രികളെല്ലാം മോശമാണ്. എന്തായാലും മുൻകാലങ്ങളിലേക്കാൾ മെച്ചപ്പെട്ട അവസ്ഥയിലാണ് കേരളത്തിലെ ആശുപത്രികൾ. ഞാൻ കേരളത്തിലെ ആശുപത്രികൾ മോശമാണെന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ കേരളത്തിലെ ആശുപത്രി മോശമാണെന്ന് പറഞ്ഞില്ല. കേരളത്തിലെ ആശുപത്രികളിൽ തക്കതായ കാലത്തിനൊത്ത വണ്ണമുള്ള അപ്ഗ്രേഡേഷൻ വന്നിട്ടില്ല. അതാണ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കാലത്തിനൊത്തത്. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീ ഷാജി, താങ്കൾ എന്താണ് നാളത്തെ ബഡ്ജറ്റിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ബഡ്ജറ്റിൽ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ബഡ്ജറ്റിൽ ഒരു ബമ്പറും അടിക്കാൻ പോകുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, കോന്നിയിലെ കഴിഞ്ഞ ദിവസം എനിക്കൊരു പനി വന്നപ്പോൾ ഞാൻ താലൂക്ക് ആശുപത്രിയിൽ ചെന്നു. ഡോക്ടറെ കണ്ടു. ഡോക്ടർ എനിക്ക് 2 ഗുളികയാണ് തന്നത്. ബാക്കി മരുന്ന് പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞു. ഒരു ഗുളികയുടെ വില 1 രൂപ. പാരാസെറ്റിന്റെ മോളിന്റെ കാര്യമാണ് പറഞ്ഞത്. അവൻ എനിക്ക് വേറെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയാൽ പോരെയോ? എനിക്ക് പുറത്തുനിന്ന് മേടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ എല്ലാം ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് 10 വർഷം. പ്രൈവറ്റ് ആശുപത്രിയിൽ താങ്കൾ പോയാൽ ഡോക്ടറെ കാണാൻ ഏറ്റവും കുറഞ്ഞ എത്ര കൊടുക്കേണ്ടി വരും? എനിക്കൊരു 150 രൂപ കൂടുതൽ ആകത്തില്ല ഡോക്ടറെ കാണാൻ. ഡോക്ടറെ കാണുന്നതിനോ? മരുന്നിന് എല്ലാം കൂടി ഞാൻ പറഞ്ഞത്. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അതിന് മുമ്പ് ഞാൻ ഒരു ദിവസം പോയതാ. അന്നേരം എനിക്ക് പോകാൻ പറ്റാഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ പെട്ടെന്ന് കയറേണ്ടി വന്നു. അതുപോലെ തന്നെ എന്റെ കണ്ണൊന്ന് പരിശോധിക്കണമായിരുന്നു. അവിടെ ഡോക്ടറില്ല. പിന്നെ എന്തോ വികസനമാ സാറേ ഇവരൊക്കെ ചെയ്യാൻ പോകുന്നത്? കുറവുകളില്ല എന്നല്ല, പക്ഷേ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സംവിധാനങ്ങൾ മുമ്പ് എന്നത്തെക്കാളും കൂടുതൽ സംവിധാനങ്ങളുണ്ട്. കൂടുതൽ പേർ ആ സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ ആശ്രയിക്കുന്നുണ്ട്. അവിടെ മെച്ചപ്പെട്ട ചികിത്സ കിട്ടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു യഥാർത്ഥവും ഇല്ല, ഒരു അടിസ്ഥാന സൗകര്യങ്ങളും ഇല്ല. പത്തനംതിട്ടയിലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് ബാത്റൂം ഒന്നും കയറി നോക്കിയാൽ മൂത്രമൊഴിക്കാൻ കൊള്ളത്തില്ല. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മൂത്രമൊഴിക്കുന്ന കാര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. അവിടെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവാം, അതിനെ കുറിച്ച് എനിക്കറിയില്ല. അതൊന്നും അവർക്ക് അറിയണ്ടേ? ഞങ്ങളുടെ പൈസ ഞാൻ പറഞ്ഞില്ല, അതെനിക്കറിയില്ല. സർക്കാർ ആശുപത്രിയുടെ സ്ഥിതി അറിയാം എന്നുള്ളതുകൊണ്ടാണ് കൃത്യമായി തന്നെ പറഞ്ഞത്. അവിടെ ആ സംവിധാനങ്ങളുണ്ട്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ മൂത്രപ്പുര ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. കോന്നി മെഡിക്കൽ കോളേജിലോട്ട് വരാമോ? അവിടെ എന്തോ സൗകര്യങ്ങളുണ്ട്. ഇവിടുന്ന് പിന്നെ ആംബുലൻസ് ഒക്കെ അയച്ചുകൊണ്ട് ഇവിടുന്ന് തിരുവല്ലയിലും കോട്ടയത്തൊക്കെ കൊണ്ടുവന്നത്. ശരി, ഓക്കെ. എന്തായാലും അവിടെ മെഡിക്കൽ കോളേജ് എത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. ഇനി അതിന് കൂടുതൽ പുരോഗതി ഉണ്ടാവേണ്ടതുണ്ട്. ശ്രീ പ്രസന്നാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എന്താണ് ഈ ബഡ്ജറ്റിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളായാലും എതിർ വിഭാഗത്തെ നമുക്കിഷ്ടമില്ലാത്തവരെ കരിയേച്ച് കാണിക്കുന്നതോ കുറച്ച് കാണിക്കുന്നതോ ശരിയായ കാര്യമല്ല. ആരായാലും അതായത് സത്യമായിട്ട് കാണണം. ഇപ്പൊ എന്തായാലും ഈ സർക്കാർ ആശുപത്രികളുടെ കാര്യം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പത്തെക്കാളും വളരെയധികം ഭേദപ്പെട്ടിട്ടുണ്ട്. വളരെയധികം അല്ല, ചില മേഖലകളിലൊക്കെ നല്ല സൂപ്പർ തന്നെയാണെന്ന് പറയാതിരിക്കാൻ വയ്യ. നമുക്കങ്ങനെ അവർക്ക് നേരിട്ട് കാണിച്ചു കൊടുക്കാവുന്ന സംഗതിയാണ്. എല്ലാ മേഖലയിലും അല്ല, കുറെ മേഖലയിലെങ്കിലും മെച്ചപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ നാളത്തെ ബഡ്ജറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ഇലക്ഷൻ 2-3 മാസത്തിന് ശേഷം വരാൻ പോവുകയാണ്. അപ്പൊ അതിന്റെ പേരിൽ കുറച്ച് ജനപ്രിയമായിരിക്കും, കുറച്ച് കടുത്ത നടപടികളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല ബഡ്ജറ്റില് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. പിന്നെ എപ്പോ വേണമെങ്കിലും സർക്കാരിന് ഈ നികുതി പിരിക്കലോ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നടപടികളോ നടത്താൻ നിയമ തടസ്സങ്ങളും ഇല്ല. വരുന്ന സർക്കാർ ഇപ്പൊ ഇവര് തന്നെ ആയാലും ഇവർക്ക് കൂട്ടാനും വിഷയമില്ല, നിയമ തടസ്സമൊന്നുമില്ല. അപ്പൊ അത് നമ്മൾ ഈ ബഡ്ജറ്റിൽ സ്വാഭാവികമായിട്ടും കടുത്ത നടപടികളൊന്നും ഉണ്ടാവാൻ സാധ്യത ഇല്ല എന്നാണ് എന്റെ പക്ഷം. അപ്പൊ എന്തായാലും നമ്മൾ ഈ വിമർശിക്കുമ്പോ ഈ രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്ധമായ വിമർശനം ശരിയല്ല എന്നുള്ളൊരു പക്ഷം എനിക്കുണ്ട്. പിന്നെ ഈ ദുർച്ചെലവ്
അതായത് കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുറെ മാമാങ്കങ്ങളും ദുർച്ചെലവുകളും നടത്തുന്നത് കേരളം പോലുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രത വെച്ചുകൊണ്ടല്ല എന്നുള്ളൊരു ആക്ഷേപം എനിക്കുണ്ട്. കുറേയേറെ വേണ്ടതും വേണ്ടാത്ത കാര്യങ്ങളിലും ഒട്ടനവധി പിന്നെ ഈ 6 സീറ്റർ വണ്ടികളൊക്കെ കൊടുക്കേണ്ട ആവശ്യമില്ല. ഉന്നത തലത്തിലുള്ളവർക്ക് കൊടുത്തോട്ടെ. പക്ഷേ ഈ സാധാരണ ജില്ലാ ഓഫീസർമാർക്കൊക്കെ 7 സീറ്റർ ഒക്കെ കൊടുക്കുന്നതിൽ പാടില്ല. അവർക്ക് ഒരു 5 സീറ്റുള്ള വണ്ടി നല്ല വില കൂടി തന്നെ നല്ല കണ്ടീഷനുള്ള കപ്പാസിറ്റി ഉള്ളത് തന്നെ കൊടുത്തോട്ടെ. ഇന്നോവ സംസ്കാരം എന്ന് പറയുന്ന സംഗതി നമ്മുടെ നാട്ടിൽ അത്ര നല്ലതല്ല, അത് പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല എന്ന് എനിക്കൊരു പക്ഷമുണ്ട്. അതായത് ദുർച്ചെലവ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഏത് സർക്കാർ വന്നാലും പരമാവധി ദുർച്ചെലവുകൾ, ആർഭാടങ്ങൾ, ജനോപകാരപ്രദമല്ലാത്ത സംഗതികളൊക്കെ കുറച്ച് ഒഴിവാക്കി നല്ല ഭരണം കാഴ്ചവെക്കാൻ സർക്കാരുകൾക്ക് കഴിയട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമായിരുന്നു. ആധികാരികമായിട്ടുള്ള ഒരു അഭിപ്രായം കൂടിയാണ്. അങ്ങനെ ഏതെങ്കിലും ഒരാളെ പൂർണ്ണമായും കുറ്റപ്പെടുത്താതെയും എന്നാൽ നല്ല കാര്യങ്ങൾക്ക് പോസിറ്റീവായി തന്നെ പ്രതികരിക്കുകയും സർക്കാരിൻ്റെ മോശം പ്രവർത്തികളെ നിശ്ചിതമായി തന്നെ വിമർശിക്കുകയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ആ തരത്തിൽ ആണ് എപ്പോഴും കാര്യങ്ങളെ നമ്മൾ വിലയിരുത്തേണ്ടത്. ശ്രീ ഇതയം മുരളിയാണ്, കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ഇതയം മുരളി, താങ്കൾക്ക് എന്താണ് ഈ അടുത്ത ബഡ്ജറ്റിൽ നിന്ന് നാളത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? സാറേ നമസ്കാരം. നമസ്കാരം. നമ്മൾ നാളത്തെ ബഡ്ജറ്റിൽ പ്രതീക്ഷ വെക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം നൽകിയ വാഗ്ദാനങ്ങളിൽ കുടിശ്ശിയായി കിടക്കുന്ന കാര്യങ്ങളിലൂടെ ഒന്ന് കണ്ണുപിടിക്കുന്നത് നല്ലതാണ്. നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ ഇപ്പോൾ കുടിശ്ശികയാണ്. അതുപോലെ കർഷകർക്ക് വരൾച്ചയില് കൃഷി നശിച്ചവർക്ക് കാലാകാലങ്ങളിൽ നഷ്ടപരിഹാരം കൊടുക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോ വർഷങ്ങളായിട്ട് കർഷകർക്ക് വരൾച്ചയിലുള്ള കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് 10 രൂപ പോലും കൊടുത്തിട്ടില്ല. മാത്രമല്ല കഴിഞ്ഞ കാറ്റിലും മഴയിലും വീട് നശിച്ചവർക്കുള്ള ധനസഹായം 10 രൂപ പോലും അത് കൊടുത്തിട്ടില്ല. അപേക്ഷകൾ പോലും നല്ല മൂവിങ് അല്ല. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പിന്നെ ഈ ലോട്ടറി തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്കുള്ള ക്ഷേമനിധിയിലുള്ള കാശ് തന്നെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അടിച്ചു മാറ്റിക്കൊണ്ടുപോയി കോടിക്കണക്കിന് രൂപ. അപ്പൊ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും? ഇത് ഒരു നാളെ വരാൻ പോകുന്ന ഒരു വാഗ്ദാന ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. കാര്യം പല മേഖലകളിലും വാഗ്ദാനങ്ങൾ മാത്രമാണ് അവർ സർക്കാർ കൊടുത്തു തീർക്കുന്നില്ല. അതുപോലെ പിന്നെ അധ്യാപകർക്ക് കോടിക്കണക്കിന് രൂപ പല വിദ്യാലയം പലയിടത്തായിട്ട് കൊടുക്കാനുണ്ട്. അവരെ പിന്നെ ഈ ഉച്ചഭക്ഷണത്തിനും മറ്റുമായിട്ടുള്ള അങ്ങനെ നാനാ മേഖലകളിലും ഒരു കടക്കണി കിടക്കുകയാണ്. ആ സാഹചര്യത്തിൽ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ പ്രഖ്യാപനം ഉണ്ടാവും. കർഷകർക്ക് 500 കോടി രൂപ സഹായം, നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ കൊടുക്കുന്നതിന് 1000 കോടി, ഇങ്ങനെ അവർ പറയും. അതുപോലെ ലോട്ടറി തൊഴിലാളികൾക്കുള്ള ക്ഷേമത്തിന് വേണ്ടി 1000 കോടി ഇങ്ങനെ പറയും. പക്ഷെ അവർക്കുള്ള സമയം കഴിഞ്ഞു. ഈ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോ ഇലക്ഷൻ പ്രഖ്യാപിക്കാറായിപ്പോയി. മെയ്യിൽ ഇലക്ഷൻ കാണും. പിന്നെ ഇതൊരു വെറും പ്രദർശനമായ ഒരു ബഡ്ജറ്റ് ആയിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണ്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ എന്താണ് നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം കിരൺ. നമസ്കാരം. എനിക്കൊരു പ്രതീക്ഷയും ഇല്ല. ഒരുപാട് നല്ല മോഹന വാഗ്ദാനങ്ങൾ ഒക്കെ കാണും. പക്ഷെ ഈ 2500 രൂപ പെൻഷൻ ആക്കുമെന്ന് പറയുന്നു. അതുകൊണ്ട് ഒരു കുടുംബത്തിനും ജീവിക്കാൻ പറ്റുമോന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ കറണ്ട് ചാർജ് തന്നെ അടയ്ക്കുന്നത് 2500 രൂപയാ. അന്നേരം ബാക്കി കാര്യങ്ങളോ അപ്പൊ അത് ശരിയായ ഒരു രീതിയല്ല. ഈ 2500 രൂപ വൈദ്യുതി ചാർജ് അടയ്ക്കേണ്ടി വരുന്ന വീടുകളും 250-300 രൂപയും വൈദ്യുതി ചാർജ് അടയ്ക്കുന്ന വീടുകളും ഒക്കെ ഉണ്ട്. ബഹുഭൂരിപക്ഷം ആളുകളുടെ വീടുകളിലും സാധാരണഗതിയിൽ 1000 രൂപയൊക്കെ നിൽക്കുന്ന കറണ്ട് ചാർജാണ് അടച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യർക്ക് വേണ്ടിയാണ് ഈ പെൻഷനൊക്കെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അല്ല കിരണേ, അതിലൊരു പ്രശ്നമുണ്ട്. ഞങ്ങള് വീട് കുറച്ച് മുറിയൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. ഞങ്ങൾ 2 പേരേ ഉള്ളൂ. ഒന്നിൽ ഹാളിൽ ഇരുന്ന് TV കാണും, അല്ലെങ്കിൽ കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യും, അല്ലെങ്കിൽ ബെഡ്റൂമിൽ കിടക്കും. ഈ സമയത്ത് മാത്രമേ ഞങ്ങൾ ഈ ഫാനും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നുള്ളൂ. എങ്ങനെയാണ് ഈ 2500 രൂപ 2 മാസമാണ് 2 മാസം 2500 രൂപ കറണ്ട് ചാർജ് വരുന്നത്?
അതെ 2500 രൂപ. എല്ലാ വീട്ടിലെ ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കണം. നിങ്ങൾ വളരെ കുറച്ച് 2 പേർ മാത്രം ഫാൻ മാത്രം ഉപയോഗിച്ച് അല്ലെങ്കിൽ ലൈറ്റ് മാത്രം ഇട്ട് വരുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ വൈദ്യുതി ചിലവാക്കുന്ന AC-യോ അല്ലെങ്കിൽ വലിയ രീതിയിൽ ചിലവാകുന്ന മറ്റേതെങ്കിലും ഉപകരണങ്ങളൊക്കെ വീട്ടിൽ വേണം. അല്ലെങ്കിൽ ഇത്ര വലിയ തുകയാവാൻ വഴിയില്ല. അന്നേരം അതിപ്പം ഞങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ. അത് ബുദ്ധിമുട്ടല്ലെങ്കിൽ ഓക്കെ പോട്ടെ, സാരമില്ല. പിന്നെ രണ്ടാമത് നമുക്ക് പറയേണ്ടി വരുന്ന ഒരു കാര്യം, ഈ വിലക്കയറ്റം എന്തുവാ? ഒരു ലിറ്റർ എണ്ണ മേടിക്കാൻ പറ്റുന്നുണ്ടോ? ഇന്ന് ഹസ്ബൻഡ് പോയി 1 ലിറ്റർ എണ്ണ മേടിച്ചോണ്ട് വന്നു. എത്രയായിരുന്നു ചേട്ടാ? 450. തേങ്ങയ്ക്ക് എന്നാ വില? 78 രൂപ. അപ്പൊ ഇതൊക്കെ ഞങ്ങളെ പോലുള്ള പാവത്തുങ്ങൾക്ക് ഇതൊക്കെ ബുദ്ധിമുട്ടുണ്ട്. ശരി, ശ്രീമതി ജയയുടെ അഭിപ്രായം മാനിക്കുന്നു. ശ്രീ ജിൽസൺ ആണ്, കോഴിക്കോട് നിന്നാണ്. ശ്രീ ജിൽസൺ, താങ്കൾക്ക് എന്താണ് ഈ ബഡ്ജറ്റിൽ നിന്നുള്ള പ്രതീക്ഷ? ഈ ബഡ്ജറ്റില് ക്ഷേമ പെൻഷനെ കുറിച്ചുള്ള വാഗ്ദാനം പൂർത്തീകരിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ അത് കൂടാതെ ഈ നെൽകർഷകർക്കും റബ്ബർ തൊഴിലാളികൾക്കും പിന്നെ അതുപോലെ ഈ ക്ഷേമ നിധികളിൽ കുടിശ്ശികയുള്ള പണങ്ങളിലും ഒരു ഒത്തുതീർപ്പിനുള്ള സാധ്യതയുണ്ട്. അത് കൊടുത്തു തീർക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി പറയുന്നത് സാമ്പത്തികം പലപ്പോഴും ഉണ്ടായത് കൊണ്ടല്ല, അത് ഇങ്ങനെ പോലെ ചെയ്യണമെന്ന് ധനമന്ത്രിയോട് പറയാണ് മുഖ്യമന്ത്രി. അപ്പം ധനമന്ത്രി അതിനുള്ള സോഴ്സ് കണ്ടെത്തുകയാണ്. അതാണ് ഈ ഗവൺമെന്റും മറ്റുള്ള ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ അത് ധനമന്ത്രി അതിൽ വ്യക്തമായിട്ട് രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടാത്തൊരു ധനമന്ത്രിയാണ് നമ്മുടെ ധനമന്ത്രി മറ്റുള്ളവരായിട്ട് ഒരു കടിപിടി കൂടാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതിനൊന്നും പോവാതെ സ്വന്തം ജോലിയിൽ കർത്തവ്യനിരതനായി ഇരിക്കുന്നതുകൊണ്ടാണ്, അത്രയും അറിവുള്ളതുകൊണ്ടാണ് പുള്ളിക്ക് ഇങ്ങനെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പൊ ഒരു രാഷ്ട്രീയം പറയല്ല, ഈ ഗവൺമെന്റ് എത്രയും നന്നായിട്ട് കാര്യങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഇനിയും ചെയ്യും. തുടർഭരണം കിട്ടും എന്ന് തന്നെയാണ്. തുടർഭരണം കിട്ടിയില്ലെങ്കിൽ ഇപ്പൊ കവലയിലൊക്കെ സംസാരം മറ്റു പാർട്ടിക്കാർ വരെ, അത് UDF LDF അല്ലാത്തവരെ വരെ സാറിനൊരു സർവേ നടത്തി നോക്കിയാൽ മനസ്സിലാവും. ഏത് കവലയിലും പോയിട്ട് ഒരു സർവേ നടത്തി നോക്കിയാൽ നമ്മളൊരു ചായ കുടിക്കാർ കടയിൽ കയറിയ ആളുകൾ പറയുന്നത് ഇനി ഇപ്പം സർക്കാർ മാറി പെൻഷൻ കിട്ടുമ്പോ എന്ന് പലർക്കും സംശയമാണ്. കിട്ടില്ല എന്നാണ് ഭൂരിഭാഗം പറയുന്നത്. സാർ അതിനെക്കുറിച്ച് സർവേ നടത്തണമെന്ന് എനിക്ക് 2-3 ചായക്കടയുടെ അനുഭവം തീരുമാനിക്കട്ടെ. താങ്കൾക്ക് താങ്കളുടേതായ അഭിപ്രായം, മറിച്ച അഭിപ്രായമുള്ളവരും അനുകൂലിച്ച അഭിപ്രായമുള്ളവരും ഒക്കെ എന്തായാലും സാധാരണക്കാർക്കിടയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എന്താണ് ഈ താങ്കളുടെ പാർട്ടിയുടെ സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റ് നാളെ പ്രഖ്യാപിക്കുകയാണ് ധനമന്ത്രി ബാലഗോപാൽ. അതിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം. താങ്കളുടെ ഈ രണ്ടാം വരവിൽ ഞാൻ ഇതുവരെ സംസാരിച്ചില്ല, ഇന്നാദ്യ. ശരി, ഞാൻ വിചാരിച്ചു എന്താണ് കാണുന്നില്ലല്ലോ എന്ന്. അല്ല, വിളിച്ചിട്ട് കിട്ടണ്ടേ? നമ്മൾ 1 മണിക്കൂർ ട്രൈ ചെയ്യും. ശരി, ഓക്കെ. കിട്ടുന്ന വളരെ ചുരുക്കുക. പല പ്രാവശ്യം റിങ് അടിക്കും, പക്ഷെ എടുക്കില്ല. നമ്മളെ 4 പേരുടെ വരെ എടുത്തു വെക്കും. 4 പേരുടെ അടുത്ത് സമയത്ത് വരുന്ന ആളിനെ എടുക്കുക. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഈ അവിടുത്തെ സിസ്റ്റമൊക്കെ എനിക്കറിയാം, എനിക്ക് പരാതിയൊന്നുമില്ല, ഞാൻ ഹാപ്പിയാണ്. ശരി, പറഞ്ഞോളൂ. നമ്മുടെ ഈ ബജറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ഇടതുപക്ഷ സർക്കാർ 2016 ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചിട്ടാണ് അന്ന് വോട്ട് പിടിച്ചത്, അധികാരത്തിൽ വന്നത്. അതിലേതാണ്ട് 95% കാര്യങ്ങൾ ചെയ്തു എന്ന് അതിന്റെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ടും കൊടുത്തിട്ടാണ് രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ ഒരു 900 കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകടന പത്രികയായിട്ട് പിന്നെ ജനങ്ങളെ വോട്ടിന് വേണ്ടി സമീപിച്ചത്. അതിലെ കാര്യങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രകടന പത്രിക കാര്യങ്ങളിലോട് ഒരു മുഖം തിരിഞ്ഞ സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിനെന്ന് ഇതുവരെയായിട്ട് ആരും പറഞ്ഞിട്ടുമില്ല. ഇതിനിടയ്ക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മളിപ്പോ ഈ വരാൻ പോകുന്ന ബജറ്റിനെ കാണേണ്ടത്. ബജറ്റ് എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് അവതരിപ്പിച്ച ബജറ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾക്കും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയും ഒന്നൊന്നായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷെ ബജറ്റിൽ പറഞ്ഞാൽ പോലും അവിചാരിതമായ ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ, അതായത് കോവിഡ്, പ്രളയം, വയനാട്ടിലെ പ്രശ്നം, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ചിലപ്പോൾ ചില വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാം. അതിന്റെ കൂടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന സപ്പോർട്ട് കിട്ടാത്ത അവസ്ഥയും കൂടെ വരും. ഇതെല്ലാം കൂടെ സമ്മർദ്ദത്തിലാവുമ്പോൾ സർക്കാർ ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ചില മാറ്റങ്ങളോ കുറവുകളോ വരുത്തിയിട്ടുണ്ടാവാം. എങ്കിലും സമീപനം പോസിറ്റീവ് ആയതുകൊണ്ട് ഇപ്പൊ വരാൻ പോകുന്ന ബജറ്റ് എന്ന് പറയുന്നതും തീർച്ചയായും ജനകീയമായിരിക്കും.
ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ബജറ്റും ആയിരിക്കും. ബജറ്റിൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ തന്നെയായിരിക്കും തീരുമാനിക്കുന്നത്. ഇപ്പൊ ഒരാൾ പറയുന്നത് കേട്ടു, ഈ ബജറ്റിൽ പറഞ്ഞ പെൻഷൻ കൂട്ടി കഴിഞ്ഞാൽ അടുത്ത സർക്കാരിന്റെ മേൽ കയറ്റി വെക്കുന്നത് ഒരു ലോഡായിരിക്കില്ലെന്ന് ചോദിച്ചു. ആയിരിക്കും, തീർച്ചയായിട്ടും ആയിരിക്കും. അടുത്ത സർക്കാരും ഈ ഇടതുപക്ഷ സർക്കാർ തന്നെ വരുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണല്ലോ ബജറ്റ് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള പേടിയൊന്നും ഇപ്പോഴത്തെ സർക്കാരിന് ഉണ്ടാകാൻ വഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ശ്രീമതി ജയ പറഞ്ഞു കറണ്ട് ബില്ല് വളരെ കൂടുതലാണെന്ന്, 2500 രൂപ. എനിക്ക് 2500 ഒന്നുമില്ല, അതിന്റെ പകുതി പോലും ഇല്ല. അതുകൊണ്ട് ശ്രീമതി ജയയോട് പറയാനുള്ള ശ്രീമതി ജയ നമ്മുടെ എല്ലാ ദിവസവും വിളിക്കുന്ന ആളാണല്ലോ, അതുകൊണ്ട് ആ രീതിയിലുള്ള പരിചയമുണ്ട്. അതുകൊണ്ട് എനിക്ക് കാര്യം പറയാനുള്ളത്, അവര് നമ്മുടെ ആ ഇലക്ട്രിസിറ്റി ബില്ലില് എത്ര യൂണിറ്റ് കറണ്ടാണ് ഉപയോഗിച്ചതെന്ന് കാണിക്കുന്നുണ്ടാവും. അതും കൂടെ പരിശോധിച്ചിട്ട് വേണം അത് ശരിയാണോ ഇല്ലയോ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പറഞ്ഞതിനകത്തെ പെശക് മനസ്സിലാവും. അതുകൊണ്ട് ജനകീയമായ ഒരു ബജറ്റ് പ്രതീക്ഷിക്കാം. നല്ല ബജറ്റ് ആയിരിക്കും. അതുകൊണ്ട് പ്രതീക്ഷയൊന്നും കൈവിടേണ്ട കാര്യമില്ല. അതാണ് പറയാനുള്ളത്. ശരി, ഓക്കെ. ഓരോരുത്തരുടെയും വീട്ടിലെ കറണ്ടിൻ്റെ ചിലവ് പല തരത്തിലായിരിക്കും. അത് ഒരാളുടെ വീട്ടിൻ്റെ പോലെ ആവില്ല മറ്റൊരാളുടേത്. ഓരോരുത്തരുടെ അത് ചിലവഴിക്കുന്ന പോലെ ആവും. അതിന് 2500 വരുന്നവരും 500 വരുന്നവരും 200 വരുന്നവരും ഒക്കെ ഉണ്ട്. ശ്രീ കെ ജി കുമാറാണ് കൊട്ടാരക്കരയിൽ നിന്ന്. ശ്രീ കെ ജി കുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? താങ്കളുടെ എന്താണ് ഒരു പ്രതീക്ഷ നാളത്തെ ബജറ്റിനെ കുറിച്ച്? ഈ പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുന്നത് കൊണ്ട് തീർച്ചും ഒരു ജനപ്രിയ ബഡ്ജറ്റ് തന്നെ ആയിരിക്കും അവതരിപ്പിക്കുന്നത്. പക്ഷെ ആ ബഡ്ജറ്റിൽ ഞാനിവിടെ ധനകാര്യമന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. ഈ ബഡ്ജറ്റിൽ ഈ അവതരിപ്പിക്കുന്നതും വാഗ്ദാനം ചെയ്യുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് ഇതാണ് കാര്യം. എന്ന് പറഞ്ഞാൽ ഈ ധനസ്ഥിതി മോശമായ ഈ ധനകാര്യ മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ പല കാര്യങ്ങളും പൂർത്തീകരിക്കാൻ പറ്റാതെ കിടപ്പുണ്ട്. അത് കുറ്റമായിട്ട് പറയുമല്ല, പക്ഷെ ഈ വർക്ക് നിയർ ഹോം എന്ന് പറയുന്ന ഒരു പരിപാടി അദ്ദേഹം ചെയ്തായിരുന്നു. അത് എല്ലാവരും എന്താണ് താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. ശ്രീ രാധാകൃഷ്ണനാണ്, വൈറ്റിലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ രാധാകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ കേരളത്തിൽ നാളെ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ്, അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള ബജറ്റാണ്. അതിൽ എന്താണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. ഇതിപ്പോ നാളത്തെ പ്രഖ്യാപനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ വരാൻ പോണത് അടുത്ത സർക്കാരല്ലേ ഇനി വന്നത്. അപ്പൊ എന്തും പ്രഖ്യാപിക്കാം. നടപ്പാക്കേണ്ട അടുത്ത സർക്കാരാണ്. അടുത്ത സർക്കാർ നടപ്പാക്കണതുകൊണ്ട് ഇവർക്ക് എന്ത് വേണമെങ്കിലും പ്രഖ്യാപിക്കാം. അടുത്ത സർക്കാരിനെ കിട്ടാൻ വേണ്ടിയാവില്ലേ അങ്ങനെ പ്രഖ്യാപനം നടത്തുന്നത്? ഒരു സർക്കാർ അവസാനത്തെ ബജറ്റിൽ വലിയ പ്രഖ്യാപനം നടത്തുന്നത് അടുത്ത പ്രാവശ്യം വിജയിക്കണമെന്നുള്ള ആഗ്രഹത്തിലല്ലേ? ഇല്ല, ഇത്രയും ഭരിച്ചപ്പോ തന്നെ ഇത് കട്ടുപിടിച്ചതല്ലാണ്ട് വേറെ ഒന്നുമില്ല. എല്ലാ മേഖലയും തകർത്ത് കളഞ്ഞ്. തൊഴിലാളി മേഖല, അതായത് തൊഴിൽ മേഖലയൊക്കെ തകർത്ത് കളഞ്ഞ്. ഹോസ്പിറ്റൽ ഇപ്പൊ പറഞ്ഞില്ലേ, ആരോഗ്യ മേഖല, ചികിത്സക്ക് എന്തില്ലേ. ഇപ്പൊ ഈ കളമശ്ശേരി മെഡിക്കൽ കോളേജിലൊന്ന് ചെന്ന് നോക്ക്, അവിടെയൊന്നും ഒരു രക്ഷയില്ല. കാരണം ഇന്ന് നമ്മൾക്ക് ഒരു കാര്യത്തിന് ഇന്ന് നമ്മൾ എങ്ങനെയും ബുക്ക് ചെയ്ത് അവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ 2 മാസം കഴിയണം കിട്ടണമെങ്കിൽ. ഒരാഴ്ച 2 ദിവസം കഴിഞ്ഞ് ഡോക്ടർ വരാൻ പറയും. നമുക്ക് അവിടെ നോക്കി കിട്ടണമെങ്കിൽ 2 മാസം പിടിക്കും. ഇതുപോലെയുള്ള ഇത്രയും തകർത്ത് അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സാധാരണക്കാരന് ഒന്നും നടക്കണില്ല. ഞങ്ങളുടെ അടുത്ത് തന്നെ ഓരോരുത്തരും വിളിച്ചു പറയാൻ ഇങ്ങനെ ഒന്ന് പറയണം എന്നൊക്കെ പണ്ട് ഞാൻ അവിടെ സൂപ്രണ്ടിനോട് പറയാറുണ്ട്. കാരണം എന്തറിയോ, ഒരു മേഖലയിലൊന്നും നടക്കണില്ല. ഇപ്പൊ തന്നെ ആരോഗ്യ മേഖലയിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കണില്ലേ, എന്നിട്ട് ന്യായീകരണം മാത്രമേ ഉള്ളൂ. ഇതിനി ഇവര് വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് പറയണം. ഇത് നശിപ്പിച്ചെന്ന് പറഞ്ഞാൽ മതിയില്ല കേരളം. കാരണം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ കൊല്ലത്ത് കശുവണ്ടി ഫാക്ടറികൾ എത്ര അടച്ചേക്കണെന്നൊന്നും നോക്കിയേ. അവിടെ തൊഴിലാളി മേഖലയല്ലേ, അവിടെയൊക്കെ വല്ലവർക്കും പണിയുണ്ട. ഇത് ജനങ്ങൾക്ക് ഒന്നും വേണ്ട. ഇതിപ്പോ കേരളം ഒരു വൃദ്ധ ഇതാക്കി കൊണ്ടിരിക്കണേന്ന്. കാരണം ഒരാൾക്കും ഇവിടെ തൊഴിലില്ല. ചെറുപ്പക്കാര് മുഴുവൻ പുറത്തേക്ക് പോണേനുള്ള. കാരണം ഇവിടെ തൊഴിലില്ല. ഇത് വൃദ്ധന്മാരുടെ ഒരു മാറ്റം. തൊഴിൽ ചെയ്യാൻ പറ്റാത്തവർക്ക് ഇവിടെ കിടക്കാം. തൊഴിൽ ചെയ്യണവരും പുറത്തു പോയി ചെയ്യണം. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് കേരളം. നേരത്തെയൊക്കെ ചെറുപ്പക്കാർ കൂടുതലായി പുറത്തേക്ക് പോകുന്നു. ആ അവസ്ഥയ്ക്കൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നത്. ഇല്ല, കാരണം ഞാൻ പറഞ്ഞു ഇപ്പൊ പെൻഷൻ കൊടുക്കുന്നത് നമ്മുടെ പെട്രോൾ നികുതി വരെ മേടിച്ചിട്ടാണ്. പെട്രോൾ നികുതി വരെ വിലക്കയറ്റം മുഴുവനും എല്ലാ സാധനത്തിനും ഉണ്ട്. പെട്രോളിന് നികുതി വരെയും നമ്മുടെ ഇന്ന് മേടിച്ചുകൊണ്ടാണ് എല്ലാവരും, നമ്മളടക്കം എല്ലാവരും കൊടുത്തിട്ടാണ്. എന്നിട്ട് പോലും ആ പെൻഷന് കിടന്ന് കാണിക്കണത്. എന്നിട്ട് പറയണത് എന്തോ ഔദാര്യം തന്നെ പോലെ പറയണത്. അവര് വീട്ടിൽ നിന്ന് വിടുന്നത് തന്നെ പോലെ പറയണ. ഓരോരോ മന്ത്രിമാരുടെ സംസാരം കേട്ടില്ലേ, എന്തെന്നാ സംസാരിക്കണത്? ജനങ്ങൾ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സംസാരം, ധനമന്ത്രിയിലല്ലേ ഞാൻ പറഞ്ഞു, പൊതുവെ മന്ത്രിസഭയിലുള്ള ധനമന്ത്രിയുടെ കാര്യത്തിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ ഒരു സംസാരം ഉണ്ടായതായി, ഒരു വരി പോലും ഉണ്ടായതായി നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതിൽ പ്രത്യേകം ജാഗ്രത പുലർത്തുന്ന ആൾ കൂടിയാണ് ബാലഗോപാൽ. അതെ, തീർച്ചയായിട്ടും. കാരണം അങ്ങേര് നല്ല വിവരമുള്ള മന്ത്രിമാരൊന്നും ജനങ്ങളെ പറയാറുമില്ല, ഒന്നും പറയാറും വരാറില്ല. ഇതുപോലെ എം മണിയെ പോലുള്ള ആളുകളൊക്കെയാണ് ഈ തോന്നിയവാസം ചെയ്യുന്നത്.
അപ്പൊ അല്ലാതെയുള്ള മന്ത്രിമാരെന്ന് പറഞ്ഞാൽ ധനകാര്യമന്ത്രിയൊക്കെ നല്ല അറിവും കാര്യങ്ങളും ഒക്കെ ഉള്ള നല്ല മന്ത്രിയാണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ ജനങ്ങളുടെ അവസ്ഥ ഇതാണ്. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ഏതായാലും നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകൾ കൂടി വേഗത്തിൽ വായിക്കേണ്ടതുണ്ട്. ഷിജു കിരിയത്ത് പറയുന്നു, നത്തിങ് മോർ ടു എക്സ്പെക്ട് ഹിയർ ആൻഡ് ദെയർ, കോരന് കഞ്ഞി കുമ്പിൾ തന്നെ, സോ സാഡ് എന്നാണ് ഷിജു കിരിയത്ത് പറയുന്നത്. ജയകുമാർ SS4LC പറയുന്നു, കൂട്ടിയ കഥയൊന്നും പറയാതിരിക്കുകയാണ് നല്ലത്, ജനങ്ങൾ മാസാമാസം കൊള്ളയടിക്കുന്നതിൻ്റെ ഒരു വിഹിതമല്ലേ കൊടുക്കുന്നത് എന്ന് ചോദിക്കുന്നു. VC തോമസ് പറയുന്നു, ജനക്ഷേമം ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാട് കൂടിയ പല പദ്ധതികളും, ക്ഷമിക്കണം അതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അത് ചാടിപ്പോയതുകൊണ്ടാണ്, ചില പദ്ധതി ബഡ്ജറ്റിലുണ്ടാവും, അത് നാളെ ചർച്ച ചെയ്യാം എന്ന് പറയുന്നു. സംശയമില്ലാത്തത് ബാലകൃഷ്ണനിലെ, നാട്ടുകാർക്ക് അടുത്ത തവണ ഇടത് വരില്ല എന്ന് സംശയമില്ല എന്ന് ജയകുമാർ പറയുന്നു. മോഹൻ പറയുന്നു, ആനയെ വാങ്ങണമെങ്കിൽ, പിന്നെയും ചില പരസ്യങ്ങൾ അതിനകത്ത് വരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ജനക്ഷേമം ഉറപ്പാക്കുന്ന വികസന കാഴ്ചപ്പാട് കൂടിയ പല പദ്ധതികളും ബഡ്ജറ്റിൽ ഉണ്ടാവും എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. പാർട്ടി മുതലാളിമാരുടെ സ്ഥാപനങ്ങളിലെ മുടങ്ങിക്കിടക്കുന്ന നികുതി പിരിക്കുക എന്ന് പ്രമോദ് നാണു പറയുന്നു. പങ്കാളിത്ത പെൻഷൻ നിർത്താതെ LDF ഇനി വരില്ല, സർക്കാർ ജീവനക്കാർ വിചാരിച്ചാൽ LDF തോൽക്കുമെന്ന് സുമൻ സം പറയുന്നു. വീണ്ടും ജയകുമാറിൻ്റെതൊക്കെയാണ്. സദാശിവൻ നായർ പറയുന്നു, മിസ്റ്റർ കിരൺ, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? പിണറായി വിജയനെ ന്യായീകരിക്കാനാണ് നിങ്ങൾ നിൽക്കുന്നത്. പ്രേക്ഷകർ ഉന്നയിക്കുന്ന കാര്യങ്ങൾക്കല്ല നിങ്ങൾ മറുപടി പറയുന്നത്. ജനങ്ങൾ സംസാരിക്കട്ടെ, ഞങ്ങൾ കേൾക്കാമെന്ന് സദാശിവൻ നായർ പറയുന്നു. ഞാൻ പിണറായി വിജയനെ എവിടെയെങ്കിലും ന്യായീകരിച്ച് ഇതിൽ സംസാരിച്ചാൽ എനിക്കറിയില്ല. ചില തെറ്റായ വിവരങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും ശ്രീ സദാശിവൻ നായർ. അല്ലാതെ താങ്കൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ മാത്രം നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. എന്തായാലും അത് കുറേയേറെ കമൻറ്റുകൾ കൂടിയുണ്ട്. കേരമില്ലാത്ത കേരളത്തിൽ വെളിച്ചെണ്ണ വില 400 രൂപ എന്ന് പറയുന്നു. കേരളം ഇനി കട്ടുമുടിക്കാനില്ല എന്ന് ഉണ്ണികൃഷ്ണൻ. ഗ്ലാഡിയേറ്ററാണ് കേരമില്ലാത്ത കേരളത്തിൽ 40 രൂപ എന്ന് പറയുന്നത്. ഷിജു കിരിയത്ത് പറയുന്നത്, ജയച്ചേച്ചി ഈസ് ലക്കി, ഐ ആം പേയിങ് 5,000 ബിഫോർ അപ് ടു RS 12,000 ബിക്കോസ് ഓഫ് ഓൾഡ് ഫ്രിഡ്ജ് എന്ന് പറയുന്നത്. ശരിയാണ്, റെഫ്രിജറേറ്ററിൻ്റെ കാര്യത്തിൽ പഴയ റെഫ്രിജറേറ്ററുകളൊക്കെ വലിയ തോതിൽ കറണ്ട് എടുക്കുന്നതാണ്. ആ ഒരു റെഫ്രിജറേറ്റർ കൊണ്ട് മാത്രം ചിലപ്പോൾ ഒരു വീട്ടിലെ മൊത്തം കറണ്ട് ചാർജിൻ്റെ പകുതിയോളം തുക അങ്ങനെ നഷ്ടപ്പെടുന്ന അവസ്ഥയൊക്കെ പലരുടെ ഇടയിലുമുണ്ട്. എന്തായാലും നമുക്ക് ശ്രീ ചന്ദ്രൻ നായരാണ് തിരുവനന്തപുരത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾ നാളത്തെ ബഡ്ജറ്റിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കിരൺ സാർ, ഈ ബഡ്ജറ്റ് കൊണ്ട് ബെമ്പർ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ജനത്തിന് എന്തെങ്കിലും ഗുണം ഉണ്ടായാൽ മറുവശത്ത് ഭീമമായിട്ടുള്ള ഒരു കടം വരാൻ സാധ്യതയുണ്ട് സാർ. ഇത് തന്നെയാണ്, ജനം തന്നെയാണ് ഈ കടവും വീട്ടേണ്ടി വരുന്ന, വേറെ ആരുമല്ല. അപ്പൊ ഏതെങ്കിലും തരത്തിലുള്ള ബെമ്പർ അവർക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതെന്താന്ന് വെച്ചാൽ നമുക്ക് കേരളത്തിന് ഒരു പൊതു കടം കണ്ടമാനം വർദ്ധിക്കാനാണ് സാധ്യത. അതല്ലാതെ വേറെ മാർഗം ഒന്നും കേരളത്തിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇല്ല. ഇത്രയേ ഉള്ളൂ സാർ എനിക്ക് പറയാൻ. ശരി, ശ്രീ വിജയനാണ് കൊല്ലത്ത് നിന്നാണ് വിളിക്കുന്നത്. ശ്രീ വിജയൻ, താങ്കൾക്ക് എന്ത് പ്രതീക്ഷയാണ് നാളത്തെ ബഡ്ജറ്റിലുള്ളത്? നമസ്തേ സാറേ. നമസ്തേ. ഒരു പ്രതീക്ഷയില്ല. അത് മാത്രമല്ല സാറേ, ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി ഒരു കാര്യം പറയുന്നത് ഞാൻ കേട്ടു വാർത്തയിൽ. അതായത് ഞങ്ങൾ പ്രതീക്ഷിച്ചത് 6 ലക്ഷം കോടിയായിരുന്നു കടം, പക്ഷെ അവർ 4 ലക്ഷത്തിൽ നിർത്തിയില്ലെന്നു. സാറ് ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇത് പറഞ്ഞു എന്നുള്ളത് സത്യമല്ല, അത് തിരുത്താൻ നോക്കണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജയിൽ പുള്ളികൾക്ക് ശമ്പളം കുറച്ചും കൂടെ കൂട്ടി കൊടുക്കാമായിരുന്നു. ശരി ശരി സാറേ. ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്താണ് ഈ ബഡ്ജറ്റിൽ നിന്നുള്ള പ്രതീക്ഷ? നമസ്കാരം. നമസ്കാരം. സർക്കാരിന്റെ പരസ്യമാണോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേട്ടില്ല. സർക്കാരിന്റെ പരസ്യമാണോ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്? താങ്കൾക്ക് അങ്ങനെ തോന്നിയാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഈ ഈ രാജ്യത്തെ ജനങ്ങൾ മൊത്തം ഈ പറയുന്ന ഹോസ്പിറ്റലുകളിലും സ്കൂളുകളിലും ഒക്കെ പോയി പഠിപ്പിക്കുന്നതും പോകുന്ന ആൾക്കാരാണ്. ഇത്രയും നേട്ടം പറയുന്ന ഓരോ ഇതും ഇവിടെ കാണുന്നില്ല സാധാരണക്കാരന്. ഹോസ്പിറ്റലിൽ നടന്നു പോയാൽ അവസാനം മരിച്ച് തിരിച്ചു കൊണ്ടുവരാനേ പറ്റത്തുള്ളൂ. ഈ സർക്കാരിന്റെ കാലത്തല്ലേ 2 കുട്ടികൾ പാമ്പ് കടിച്ച് സ്കൂളിൽ ഇതിനകത്ത് പാമ്പ് കടിച്ച് മരിച്ചത്? സർക്കാരിന്റെ സ്കൂൾ നേട്ടങ്ങളാ. കെട്ടിടം ഇടിച്ചു വീഴുന്നില്ലേ? ഹോസ്പിറ്റൽ ഇടിച്ചു വീഴുന്നില്ലേ? പാലങ്ങളെല്ലാം ഇടിച്ചു വീഴുന്നില്ലേ? പിന്നെ എന്ത് നേട്ടമാണ്? ഒരു ഗുണമുണ്ട് സാറേ. ഈ 2 കൊല്ലത്തോളമായി സേവ പെൻഷനോ കെട്ടിട പെൻഷനോ കൊടുത്തിട്ട് പിന്നെ അവരും ജീവിക്കാനുള്ളവരല്ലേ. ഇത് മാത്രം കാണിച്ചാൽ മതിയോ? എന്റെ അറിവിനകത്ത് ഒരു ഗുണമുണ്ട്. സാറ് നേരത്തെ ഒരാളുടെ തർക്കിക്കുന്നതായിട്ട് ഇതിനൊക്കെ ഈ പൈസ
ഖജനാവിന്റെ അടുത്തല്ലേ ഈ സഹാക്കന്മാരെ കേസ് നടത്താൻ എടുക്കുന്നത്. അത് ഇതിൽ പെടൂല്ലേ? അത് ഇനി പാർട്ടി ഫണ്ടാണോ എടുത്ത് കൊടുക്കുന്നത്? ഇതെല്ലാം ഈ ഖജനാവിന്ന് വരുന്ന പൈസയല്ലേ, ഇതിനകത്ത് വരുന്നതല്ലേ. സർക്കാർ കൊടുത്തില്ല, കേന്ദ്രം കൊടുത്തില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ്സുകാരെ വിട്ട് നാട്ടുകാരെ ചീത്ത വിളിപ്പിച്ച് അവരവിടെ ചോദിച്ചപ്പോൾ ഒരു പൈസയും കൊടുക്കാനില്ല, കൊണ്ട് ഹാജരാക്കാനാണ് പറയുന്നത്. ജയകുമാർ, കേന്ദ്രത്തിൽ കോൺഗ്രസ്സുകാരെ വിട്ടു ചോദിപ്പിച്ചു, അപ്പോൾ കോൺഗ്രസ്സുകാരോട് അങ്ങനെ മറുപടി പറഞ്ഞു. പക്ഷേ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ടല്ലോ, കേരളത്തിൽ പണം കിട്ടാനുണ്ട്, കേരളത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ വർദ്ധിപ്പിക്കാനുള്ള ആവശ്യമൊക്കെ അംഗീകരിക്കേണ്ടതാണ് എന്ന് കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ പറയുന്നുണ്ടല്ലോ. പിന്നെ ജയകുമാറിന് അക്കാര്യത്തിൽ എന്താണ് സംശയം? കടമെടുപ്പ് പരിധി വർദ്ധിപ്പിക്കാൻ പറയുന്നുണ്ട് സാറേ. ഇവര് കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെന്നപ്പോഴേ കണക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴേ നാണം കെട്ട് പോകുന്ന വരും എല്ലാ ആളുകൾക്കും പോന്നിട്ടാണോ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത്? പറയണേ സാർ. ഹലോ, പറഞ്ഞോളൂ താങ്കൾ. എനിക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. സർക്കാർ എന്തായാലും ചെയ്ത ഏറ്റവും നല്ലൊരു കാര്യമുണ്ട്. കാരണം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയും അധ്യാപകരെയൊക്കെ ജോലി തീർത്തു വെച്ചു. ഒരു കല്യാണം ആലോചിച്ച് ഒരു വീട്ടിൽ ചെന്നാൽ പെണ്ണ് കിട്ടൂല. ജയിലിൽ കിടക്കുന്നവർ മതി എന്നാണ് ഇപ്പൊ വീട്ടുകാർ പറഞ്ഞ, രക്ഷകർത്താക്കൾ പറഞ്ഞ ജയിലിൽ കിടക്കുന്നവർ മതി എന്നാണ്. കാരണം സർക്കാർ ജീവനക്കാർക്കൊന്നുമില്ല. 10 കൊല്ലം പോയി കൊലക്കുറ്റം ചെയ്ത് നടത്തു വന്ന 23-24 ലക്ഷം രൂപ അവർക്ക് സുഖമായിട്ട് സറ്റയറിന് വേണ്ടി പറഞ്ഞാണെങ്കിൽ താങ്കൾക്ക് അങ്ങനെ പറയാം. പക്ഷെ അത് തമ്മിൽ ഒരു തരത്തിലും താരതമ്യമില്ലാത്ത ഒരു വാചകമാണ് പറഞ്ഞത്. ഏതെങ്കിലും കേരളത്തിൽ ഒരു രക്ഷകർത്താവ് തൻ്റെ മകനെയോ മകളെയോ സർക്കാർ ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥയെ വേണ്ട, ജയിലിൽ കിടക്കുന്ന ആളെ മതി എന്ന് തീരുമാനിക്കുക? തമാശയ്ക്ക് വേണ്ടി പറഞ്ഞെങ്കിൽ ഓക്കെ, അല്ലാതെ അങ്ങനെ തീരുമാനിക്കുന്ന ഏതെങ്കിലും ബുദ്ധിക്ക് സ്ഥിരതയുള്ള ഒരാളെങ്കിലും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, അതാ പറഞ്ഞത്, ബുദ്ധിക്ക് സ്ഥിരതയുള്ള ആരും അങ്ങനെ ചിന്തിക്കില്ല. എനിക്കൊരു ബോധം ഇല്ലാത്തതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനാണെങ്കിൽ ഇനി വേണമെങ്കിൽ ഇത് ഇങ്ങനെ കൊടുക്കുള്ളൂ. നല്ലൊരു സഹാവിനെ ഒരു അമ്പലം, ഇവിടെ അമ്പലമെങ്കിലും കൊള്ളയടിച്ച, ശ്രീനാഥ സ്വാമി ക്ഷേത്രമെങ്കിലും കൊള്ളയടിച്ച സഹാവിനാണെങ്കിൽ എനിക്കൊരു മോളിന് ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കുള്ളൂ. അല്ലാതെ മകളില്ലാത്തതുകൊണ്ട് ഇനിയിപ്പോ അത് രക്ഷയില്ല. ശരി, ശ്രീ രാധാകൃഷ്ണപിള്ളയാണ്, കൊട്ടാരക്കരയിൽ നിന്നാണ്. ശ്രീ രാധാകൃഷ്ണപിള്ള, താങ്കൾ എന്താണ്, താങ്കളുടെ മണ്ഡലത്തിൽ നിന്നുള്ള MLA ആണ്, മന്ത്രിയായി, ധനകാര്യ മന്ത്രിയായിരിക്കുന്നത്, അദ്ദേഹത്തിൽ നിന്ന് നാളെ പ്രതീക്ഷിക്കുന്നത്? നമസ്കാരം. നമസ്കാരം. അതായത് ബമ്പർ അടിച്ചിരിക്കുന്നത് PSCയുടെ അംഗങ്ങൾക്കും അതുപോലെ തന്നെ ജയിൽ പുള്ളികൾക്കൊക്കെ ഒരു ബമ്പറാണ്, അത് പറയാം. പക്ഷെ നമ്മുടെ ഒരു സർക്കാർ ജീവനക്കാരന് യഥാർത്ഥത്തിൽ ഇതുവരെയുള്ള കുടിശ്ശിക നോക്കുമ്പോൾ ഏതാണ്ട് 12 ലക്ഷം രൂപ വരെയും, അതുപോലെ സർവീസ് പെൻഷൻകാരന് ഏറ്റവും കുറഞ്ഞത് 1.5 ലക്ഷം രൂപ മുതൽ 6.5 ലക്ഷം രൂപ വരെയും കുടിശ്ശികയാണ് ഇതുവരെ. അതുപോലെ തന്നെ DA തന്നെ 13% DA കുടിശ്ശിക ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇലക്ഷൻ പ്രമാണിച്ച് ഇനി എന്തെങ്കിലും ഒരു പൊടി ജിമ്മിക്കൈ കാണിച്ച് ഇങ്ങനെ പോകുന്നതല്ലാണ്ട് എന്ത് ചെയ്തു എന്ന് അതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല. വലിയ നഷ്ടമാണ്, വലിയ നഷ്ടം. അതുപോലെ ഓരോ മേഖല നമ്മൾ എടുത്ത് DA കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണവും ഒക്കെ നാളത്തെ ബഡ്ജറ്റിലുണ്ടാവും. അല്ല, അത് മാത്രമല്ല, ഇപ്പൊ ഒരു അഫിഡവിറ്റ് അവർ കൊടുത്തില്ലേ, DA എന്ന് പറയുന്നത് അവകാശമല്ല എന്ന് കാണിച്ചോണ്ടില്ലേ കൊടുത്തത്. അങ്ങനെ കൊടുക്കാൻ സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുള്ള കേസാണ്. DA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനക്കാരന്റെ അവകാശമാണെന്ന്. വിലസൂചികയുടെ അടിസ്ഥാനത്തിലാണ് DA പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇപ്പൊ വലിയ വിലക്കയറ്റം കിടക്കുമ്പോൾ ഈ DA കൊടുക്കുന്നില്ല. പക്ഷെ PSCയുടെ അംഗങ്ങൾ വെറും പാവങ്ങൾക്ക് 4 ലക്ഷം രൂപയോ 3.25 ലക്ഷം രൂപയോ കൊടുക്കാനുണ്ട്. ബാക്കിയുള്ളവർക്കാർക്കും ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒന്നും കൊടുക്കാനില്ല. കൊടുത്തതിന്റെ തന്നെ DA അനുവദിച്ചതിന് തന്നെ 190 മാസത്തെ കുടിശ്ശിക കിടക്കുക. 190 മാസത്തെ ഒന്നും തന്നിട്ടില്ല. ഇതിനൊന്നും ഒരു ഇതുമില്ല. അപ്പൊ ഇതൊക്കെ എന്ത് സംവിധാനമാണ്? ഇത് വെറും ഗമ്മിക്കുന്നല്ലാതെ ഇതിനെന്താണ് പറയുന്നത്? എനിക്ക് 190 മാസം കുടിശ്ശിക ഉണ്ടോ ഇല്ലയോ എന്ന്. 190 മാസം കുടിശ്ശിക എന്ന് പറയുമ്പോൾ എത്രയോ വർഷത്തെ ആണ് അത്, അതിനെക്കുറിച്ച് എനിക്കറിയില്ല. താങ്കൾ പറയുന്നത് കേൾക്കുക എന്നുള്ള അല്ലാതെ അതിൻ്റെ കൃത്യം കണക്കറിയാതെ എനിക്കത് അംഗീകരിക്കാനോ തിരുത്താനോ ഇല്ല. ശ്രീ രാജീവാണ്, കൊല്ലത്ത് നിന്നാണ്. ശ്രീ രാജീവ്, താങ്കൾ എന്താണ് നാളത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കുന്നത്? അതെ, എനിക്കുള്ള അഭിപ്രായത്തിൽ ഈ പെൻഷൻ കൂട്ടിയത് നല്ല കാര്യം, 2500. പക്ഷെ അതനുസരിച്ച് സാധനങ്ങൾക്ക് കൂട്ടിയിട്ടൊന്നുമില്ല. പെൻഷൻ 1600 തന്നെയാണ്, അത് കൂട്ടിയിട്ടൊന്നുമില്ല. കൂട്ടുമോ എന്നൊരു പ്രതീക്ഷ ആളുകൾക്കുണ്ട്. 2000 2500 ഒക്കെ കൂട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അല്ലാതെ നമുക്കറിയില്ല. അതെ, അത് കൂട്ടിയിട്ട് എന്തോ പ്രയോജനം? കൂട്ടിയിട്ട് സാധനങ്ങൾക്ക് ഇങ്ങനെ വില കയറും. ഇപ്പം തന്നെ പെട്രോൾ തന്നെ ഇവർ അതിൽ നിന്ന് എടുത്താണ് ഈ ഇവിടെ ഇത് പെൻഷൻ ഇതുകൊള്ളും. 7 രൂപയുടെ വ്യത്യാസമാണ് തമിഴ്നാട് നമ്മളുമായിട്ട്. തമിഴ്നാട് നമ്മളുണ്ട്. പിന്നെ ഒരു കാര്യം ഞാൻ സാറിൻ്റെ അടുത്ത് പറയാം. ഞാനൊരു അസുഖമുള്ള ഒരു ആളാണ്. ഞാനിപ്പം പിടിച്ചിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ജനൌഷധി ഉണ്ടായാലും ഞാൻ പിടിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒരു ഗുണം എല്ലാവർക്കും ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ 1200 രൂപയ്ക്ക് മേടിക്കുന്ന മരുന്ന് എനിക്ക് 170 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. അത് ഭയങ്കര ഒരു നേട്ടം തന്നെ. ഈ നമുക്ക് സർക്കാർ ആശുപത്രിയിൽ നിന്നും പോയി സർക്കാരിന്റെ ഈ മെഡിക്കൽ സ്റ്റോറിലോ അല്ലെങ്കിൽ പ്രൈവറ്റിലൊക്കെ പോയാൽ അവർ 1200 രൂപ നമ്മളെ നിന്ന് മേടിച്ചുകൊണ്ടിരുന്ന സാധനം
ഞാൻ 170 ഇപ്പം ഞാൻ മേടിച്ച് കഴിക്കുന്നുണ്ട്. എനിക്ക് നല്ലോണം ഇതുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർട്ടിന് പേഷ്യൻ്റ് ഉള്ളവരും ഒരുപാട് ആൾക്കാർക്ക് അതൊരു ഭയങ്കര ഗുണം തന്നെ ചെയ്തേക്കണം. അതിന് ഏത് സർക്കാരായാലും ഒരു ഗുണം തന്നെ നമുക്ക്. മരുന്ന് കിട്ടുന്നത് എന്തോഴും ഗുണനിലവാരമുള്ള മരുന്നാണെങ്കിൽ എന്തുകൊണ്ടും നേട്ടം തന്നെയാണ്. പിന്നെ ഭയങ്കര നേട്ടം സാറേ. എത്ര പേര് വന്നിരുന്ന് തൊഴുതുകൊണ്ടാണ് മേടിച്ചുകൊണ്ട് പോയെന്ന് അറിയാമോ സാറ്? ഒരു മെഡിക്കൽ സ്റ്റോറിൽ, ജനൌഷധിയിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ 1-2 മണിക്കൂർ നിൽക്കുമ്പോൾ കാണാം ആളുകൾ വന്ന് മേടിച്ചിട്ട് വന്നു തൊഴുതുകൊണ്ട്. എൻ്റെ അടുത്ത് എത്രയോ പേര്, ഞാൻ അടുത്ത് 2-3 അടുത്ത് പോകുന്നുണ്ട്. ആദ്യം ഈ ഓടനാവട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, അവിടുന്ന് പിന്നെ ഇപ്പം വെളിയത്തായി. ആ ഓടനാടത്ത് പോകുമ്പോൾ തന്നെ ഓരോരുത്തർ കൈ കൂപ്പിക്കൊണ്ടാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ 2000 രൂപയുടെ മരുന്നൊക്കെ വെറും 300 രൂപയ്ക്ക് കയറ്റി കിട്ടുന്നത്. അത് ഏറ്റവും വലിയൊരു നേട്ടമാണ് നമുക്ക് തരുന്നത് സർക്കാർ. അതിന് ഏത് കേന്ദ്രത്തിന്റെ ആണോ ഇനി ഇവിടുത്തെ എനിക്ക് അറിയത്തില്ല. അത് ഭയങ്കര നേട്ടം അത് ചെയ്യുന്നത്. പിന്നെ ഈ പെൻഷൻ കൂട്ടിയിട്ട് എന്തോ ഒരു ഗുണവുമില്ല. എല്ലാ സാധനങ്ങളും. ശ്രീ വർഗീസ് ആണ് പെരുമ്പാവൂരിൽ നിന്നാണ്. ശ്രീ വർഗീസ്, താങ്കളുടെ ഒരു പ്രതീക്ഷ കണക്കുകൂട്ടൽ എന്താണ്? ഞാൻ പറയാം. എനിക്ക് KN ബാലഗോപാലിന്റെ നാളത്തെ ബജറ്റ് വളരെ നടപ്പാക്കാൻ പറ്റുന്ന ഒരു ഗവൺമെന്റിന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ പുള്ളി പറയുള്ളൂ, അതിനകത്ത് ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ വെറും ചുമ്മാ കയ്യടിക്ക് വേണ്ടി വിരോധം പറയുന്ന ഒരാളല്ല KN ബാലഗോപാൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ നിരവധിയായ കാര്യങ്ങൾ, ഈ വാസ്തവവിരുദ്ധമായ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആരോഗ്യരംഗത്തെ കുറ്റി പറയുമ്പോൾ ഇത്രയും മോശമാക്കി പറയുമ്പോൾ ഇവർ ആശുപത്രിയിൽ പോയിട്ടാണോ പറയുന്നത് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. കാരണം കാമേശ്വരി മെഡിക്കൽ കോളേജിനെ പറ്റി പറഞ്ഞു. എന്റെ നാട്ടിൽ നിന്ന് ഇവിടെയുള്ള ആശുപത്രിക്കാരൊക്കെ അങ്ങോട്ട് പറഞ്ഞുകൊടും. ഒരു പരാതി ഞങ്ങൾ കേട്ടിട്ടില്ല. തൊട്ടടുത്ത് എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റി വെച്ച് അവിടെ ഞാൻ പോയിട്ടുള്ള ആളാണ്, നിരന്തരം പോണ ആളാണ് ജനറൽ ആശുപത്രിയിൽ. ഇങ്ങനെ വന്ന് ആരോഗ്യരംഗം, വിദ്യാഭ്യാസ രംഗം നോക്ക്. അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഒരു കെട്ടിടം, പൊളിക്കാനിരുന്ന കെട്ടിടം തകർന്നു വീണു എന്ന് പറഞ്ഞ ആരോഗ്യരംഗം മോശമാണ്. എന്ത് നുണകളാണ്. വിലക്കയറ്റം, വെളിച്ചെണ്ണയുടെ മാത്രം ഇച്ചിരി വില കൂടിയിട്ടുണ്ട്. അപ്പോഴും 350 രൂപ ഇപ്പൊ കിട്ടും. ഞാൻ എത്ര വേണമെങ്കിലും മേടിച്ചു കൊടുക്കാം. ആ സാധനം പറയുകയാണ് വിലക്കയറ്റമാണ്. ഇവർ സപ്ലൈക്ക് പോയി അന്വേഷിച്ചിട്ടല്ല. സപ്ലൈക്കിൽ എല്ലാ സാധനങ്ങളും കിട്ടും. ഈ കഴിഞ്ഞ ക്രിസ്മസിനും ഓണത്തിനും ഒക്കെ 25 രൂപയ്ക്ക് 20 കിലോ അരി, പിന്നെ നിരന്തരം കിട്ടണ 8 കിലോ, അങ്ങനെ 28 കിലോ അരിയും കിട്ടുമായിരുന്നു. ഇപ്പോഴും അത് അവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട്. സ്കൂളുകൾ അടച്ചു നോക്ക്, സ്കൂൾ നിലവാരം നോക്ക്. യൂണിഫിന്റെ ഭരണകാലത്ത് എത്രയോ സ്കൂളുകൾ അടച്ചുപൂട്ടി പോയി. ഈ സർക്കാർ കയറി പിന്നെ ഏതെങ്കിലും സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടി പോയിട്ടുണ്ടോ? ഇവര് വാസ്തവവിരുദ്ധമായ നുണപ്രചരണം ഒരു കുഞ്ഞു അണികൾ വരെ പറഞ്ഞ് പിടിപ്പിക്കുകയാണ്. എങ്ങനെ കേട്ടിരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അവരുടെ നുണപ്രചരണം. ശരി, ഓക്കെ. അതിൽ ഓരോരുത്തർക്കും അവരുടേതായ അഭിപ്രായം, അവരുടേതായ ചില സ്ഥലങ്ങളിലെങ്കിലും വീഴ്ചകളുണ്ടാവും. ആ സ്ഥലങ്ങളൊക്കെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവും. ചിലത് അതിശയോക്തിപരമായിട്ടുള്ള കാര്യങ്ങളാവും, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത്. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് എന്ത് പ്രതീക്ഷയാണ് ഈ നാളത്തെ ബജറ്റിനെ കുറിച്ചുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരം. നാളത്തെ ബഡ്ജറ്റ് അദ്ദേഹം വളരെ ആലോചിച്ചെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. കാരണം എനിക്ക് കൊച്ചു പ്രായത്തിൽ അങ്ങ് അറിയാം. ഞാൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി സമയത്ത് ധർണയ്ക്ക് കഴിയുമ്പോൾ നമ്മൾ ധർണ കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ബാക്കിൽ നിന്ന് വരെയാണ്. അന്നത് പരിചയമുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം നമ്മളെ കേരളത്തിന്റെ വരുമാനം, നികുതി പണം നോക്കി വേണം ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ. കേന്ദ്രം കൊടുക്കുന്ന വിഹിതവും കൂടി നോക്കണം. അത് കേന്ദ്രം കൊടുക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ കാര്യങ്ങൾ നീറ്റായി പോയാൽ മാത്രമേ കേന്ദ്രത്തിന് കൊടുക്കൂ. അതും കൂടി അദ്ദേഹം ശ്രദ്ധിക്കണം. പിന്നെ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് നിലവിൽ സാമാന്യ ശമ്പളമുണ്ട്. അത് നിലനിർത്തിക്കൊണ്ട് ആ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് വിപണിയിൽ സബ്സിഡി കുറച്ച് ആ പൈസ എടുത്ത് കൊടുത്ത് വില കുറച്ച് കൊടുക്കാനുള്ള ഏർപ്പാട് കൂടി ഈ ഗവൺമെന്റ് ചെയ്യണം. ഇലക്ഷൻ വരും, അങ്ങ് പോവും. പക്ഷെ സാധാരണക്കാര് വിലക്കയറ്റം, ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളായാലും ഇപ്പൊ മാവിലി സ്റ്റോറിൽ പോയ അരി കിട്ടും, എണ്ണ കിട്ടും. നമുക്ക് പള്ളിച്ച പഞ്ചായത്തിൽ ഒരു വാട്ടിൽ 1200 രൂപ ഉണ്ടെങ്കിൽ 35 രൂപക്ക് കിട്ടും. മറ്റൊരു കിട്ടുമോ? കിട്ടൂല. ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അതിൽ കൊടുക്കാനും പറ്റൂല. ഞാൻ പറയുന്ന ഏറ്റവും ചെയ്യേണ്ട കാര്യം, നമ്മൾ ശമ്പളം കൂട്ടുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്ക് കൂട്ടരുതെന്ന് ഞാൻ പറയുന്നില്ല. നോക്കി വേണം, കുടിശ്ശികയായാലും ഡി ആയാലും നോക്കി കൊടുക്കുക. ആ പൈസ എടുത്ത് സാധാരണക്കാർക്ക് ബിഷപ്പിന് വേണ്ടി ആഹാരവും മരുന്നിനും വേണ്ടി സബ്സിഡി എടുത്ത് കൊടുത്താൽ നല്ലതായിരിക്കും, ഗുണം ചെയ്യും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റജിയാണ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ റജി, താങ്കൾക്ക് എന്താണ് പ്രതീക്ഷ? എനിക്ക് പ്രതീക്ഷ ഒന്നുമില്ല. എനിക്കില്ല. കാര്യം ഇത് രാഷ്ട്രീയ കസർത്തോടു കൂടിയുള്ള ബജറ്റ് ആകാതിരുന്നാൽ മാത്രം മതി. അത് ഞാനിപ്പോ സംസാരിക്കുന്ന ആലപ്പുഴ കുട്ടനാട്ടിൽ നിന്നാണ്. ഞാൻ കയർ മേഖല വർക്ക് ചെയ്തു. ഇപ്പം കാർഷിക മേഖല നിൽക്കാം. കയർ മേഖലയിൽ ഇന്നത്തെ പത്രത്തിൽ പോലും ഉണ്ട്,
കയർ മേഖലയിലെ തൊഴിലാളിക്ക് പെൻഷൻ മറ്റ് ആനുകൂല്യങ്ങൾ 2 വർഷം മുമ്പ് പ്രഖ്യാപിച്ചിരുന്നത് പോലും കൊടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കാർഷിക മേഖലയിലെ തൊഴിലാളികളെ പറ്റി ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പമ്പിംഗ് സബ്സിഡി, പിന്നെ വളത്തിന്റെ ഇതൊക്കെ ഒത്തിരി ദുരിതം അനുഭവിക്കുന്ന ഒരു മേഖലയാണ് കാർഷിക മേഖല, കുട്ടനാട്. അതുപോലെ കുട്ടനാട്ടിലെ പിന്നെ ശുദ്ധജല പദ്ധതി ഇതൊക്കെ നടക്കാൻ കിടക്കുമ്പോൾ ഗവൺമെന്റ് രാഷ്ട്രീയ കസർത്തോടു കൂടിയുള്ള ഒരു ബജറ്റ് അവതരിപ്പിച്ചിട്ട് കാര്യമില്ല. അത് മാത്രമല്ല, ഈ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് എന്ന് പറയുന്നത് വളരെ പരാജയപ്പെട്ടതാണ്. കാര്യം വിഭവ സമാഹരണം നടത്തി പണം കണ്ടെത്താൻ കഴിവുള്ള ഒരു മാനേജ്മെന്റ് അല്ല നമ്മുടെ. അയൽ സംസ്ഥാനങ്ങൾ ബംഗാളും തമിഴ്നാടും ഒക്കെ കണ്ടില്ലേ, 3-4 പ്രാവശ്യമാണ് ഒരേ ഗവൺമെന്റുകൾ വരുന്നത്. അപ്പൊ അങ്ങനെ സാമ്പത്തിക മാനേജ്മെന്റ് ശരിയല്ലാത്തതുകൊണ്ട് എത്ര കസർത്ത് കാണിച്ചൊരു ബജറ്റ് അവതരിപ്പിച്ചാലും ജനങ്ങളുടെ മേലിൽ അടിച്ചേൽപ്പിക്കും. അത് ജനങ്ങൾക്ക് വളരെ ഇപ്പൊ തന്നെ ഒരാളിന്റെ കടം എത്രയാണെന്ന് വ്യക്തമാക്കേണ്ടതായി ഈ ഗവൺമെന്റ്. അപ്പൊ അതിന്റെ പുറത്ത് പിന്നെ കടമെടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള ഒരു ബജറ്റ് ആകരുത് എന്നുള്ള ഒരു ആഗ്രഹക്കാരനാണ് ഞാൻ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപിന് എന്താണ് ഈ ബജറ്റിൽ നിന്ന്, കേരളത്തിന്റെ ബജറ്റിൽ നാളെ പ്രഖ്യാപനം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത്? പ്രഖ്യാപനം എന്ന് വെച്ചാൽ എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ലായിരുന്നു. ഞാൻ പറഞ്ഞ 3 വർഷം മുമ്പ് ഞാൻ മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജ് ഓപ്പറേഷൻ ചെയ്തിരുന്നു നട്ടലിന്. 1 ലക്ഷം രൂപയോളം ചിലവായി അവിടെ ടെസ്റ്റ് ചെയ്യാനല്ല അവിടെ കൂടി. ടെസ്റ്റ് 30 ദിവസം കൊണ്ട് എഴുന്നേറ്റ് കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല, കുറച്ച് ഒരു കുഴപ്പമില്ല. ഇപ്പൊ 3 വർഷമായി കട്ടിലേന്ന് അനങ്ങാൻ പറ്റില്ല, മൊത്തം സ്ട്രക്കായി കിടക്കുക. 3 വർഷമായിട്ട് ഞാൻ ഈ കട്ടിലെ കിടന്നിട്ടാണ് നിങ്ങളെ വിളിക്കുന്നത്. അതാണ് അവിടുത്തെ ഗുണം. പ്രൈവറ്റ് ആശുപത്രി 2 ലക്ഷം രൂപ പറഞ്ഞാൽ അവർ ബോൾട്ട് ഇടാനുള്ളത്, അതൊന്നും അവർ കിട്ടില്ല. അത് പോരാൻ നേരത്തെ എനിക്കൊരു വേദന ഉണ്ട്, ഇഞ്ചക്ഷൻ ചെയ്യാൻ നോക്കി, ഇഞ്ചക്ഷൻ ചെയ്ത് കിട്ടും ആ സ്ത്രീ, ആ നേഴ്സ്. 1/2 മണിക്കൂർ എന്റെ മൊബൈലാണ് കൂടിപ്പോയി. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ നേഴ്സിനെ അടുത്തുള്ള വീട്ടിൽ വിളിച്ചു വരുത്തി. അവിടെ ഈ ഇഞ്ചക്ഷൻ എടുക്കുകയും ചെയ്യാൻ പാടില്ലാത്ത ആരാ ചെയ്ത്, അപ്പം അവിടുത്തെ നേഴ്സാണ് പറഞ്ഞു. 3 ആഴ്ച കഴിയുമ്പോൾ ഈ നിങ്ങളുടെയൊക്കെ ചാനലിൽ വന്ന് ആ നേഴ്സിന്റെ കൈ നാട്ടുകാരിലാണ് തല്ലി പിടിക്കുന്നത് ഒരു ചെറുക്കൻ. ഇതാണ് അവസ്ഥ. ഞാൻ 3 വർഷമായിട്ട് കിടന്നോണ്ടാ നിങ്ങൾ വിളിക്കുന്നത്. കാലകർഷക്കായി പോയി. 1 മാസം കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെ എന്നെ ഈ പരുവത്തിലാക്കി. എങ്ങനെയുണ്ട്? ശരി, അത്തരം വീഴ്ചകളുമായി തന്നെ അത്തരം കാര്യങ്ങളെ നേരിടുകയും കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ടതാണ്. അങ്ങനെ സർക്കാർ സംവിധാനത്തിൽ അത്തരം വീഴ്ചകളുണ്ടെങ്കിൽ അതിനെ ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ശ്രീ പ്രദീപ്. ശ്രീ സലീമാണ് മലപ്പുറത്തു നിന്നും. ശ്രീ സലീം, ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇപ്പോൾ ഒരു ബഡ്ജറ്റ് വരുന്നു. സാധാരണഗതിയിലൊക്കെ ഈ ബഡ്ജറ്റിൽ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി അത് നടപ്പാക്കാതിരിക്കുന്ന രീതി, അല്ലെങ്കിൽ ഒരു മാജിക്കൊന്നും കാണിക്കുന്ന രീതി ബാലഗോപാൽ ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഇത്തവണയും അങ്ങനെ തന്നെ ആയിരിക്കുമോ, അതോ തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് അത്തരം മാജിക്കുകളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും ബാലഗോപാൽ ഞാൻ ഇഷ്ടപ്പെടുന്ന, വളരെയധികം ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇടതുപക്ഷക്കാരനാണ്, സാറിന് അറിയായിരിക്കും ഒരു പക്ഷെ. പിന്നെ വളരെ നല്ലൊരു മന്ത്രിയാണെന്നാണ്, വളരെ വൈദഗ്ധ്യമുള്ളൊരു മന്ത്രിയാണ് ബാലഗോപാൽ. അതുകൊണ്ട് പല മാജിക്കുകളും പ്രതീക്ഷിക്കാം. അതൊന്ന്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഈ ബജറ്റിൽ ഉൾപ്പെടുത്താൻ നമ്മളെ കേരളത്തിന്റെ കയ്യിലാണോ കേന്ദ്രത്തിന്റെ കയ്യിലാണോ എന്ന് അറിഞ്ഞൂടാ. നമ്മൾ 10 രൂപ പ്രൊഡക്ഷൻ കോസ്റ്റ് ഉള്ള സാധനത്തിന് 1000 രൂപ വില ഇട്ടുകൊണ്ട് 100 രൂപ 90% ഡിസ്കൗണ്ട് കൊടുക്കുന്ന ഈ MRP ഉണ്ടല്ലോ, അതൊന്ന് എടുത്തു കളയാൻ വല്ല മാർഗം ഉണ്ടെന്നുള്ളതാണ്. അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാൻ ആര് വിചാരിച്ചാലാണ് സാധിക്കുക അറിഞ്ഞൂടാ. ഹലോ, ശ്രീ പ്രഭാകരനാണ്, കാസർഗോഡ് നിന്നാണ്. ശ്രീ പ്രഭാകരൻ, നമ്മൾ ഇന്നലെ കാസർഗോഡ് അവഗണനയായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. എന്തായാലും ഈ കാസർഗോഡ് പോലുള്ള ജില്ലകൾക്കൊക്കെ പ്രത്യേകമായ ഒരു പരിഗണന നാളത്തെ ബജറ്റിൽ ഉണ്ടാകുമോ? അതെ, ബാലഗോപാൽ അവതരിപ്പിക്കുന്ന ബജറ്റ് നന്നായിരിക്കും. പിന്നെ അതിന് തുടർ ഭരണത്തിനുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഉണ്ടാകും. സാധനങ്ങളുടെ മാവേലി സ്റ്റോറിലെല്ലാം ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. അങ്ങനെ മോശപ്പെട്ടതായിരിക്കില്ല. പെൻഷനെല്ലാം വർദ്ധിപ്പിക്കും. അങ്ങനെയല്ലാതെ നല്ല ബജറ്റ് ആയിരിക്കും. ശരി, താങ്കളുടെ അഭിപ്രായം. അങ്ങനെ എന്തായാലും പ്രേക്ഷകരെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായ പ്രകടനങ്ങളാണ് ഉണ്ടായത്. ഈ സർക്കാരിൻ്റെ ഭരണം നല്ലതായിരുന്നു എന്ന് പറഞ്ഞവരുമല്ല, ഈ സർക്കാരിൻ്റെ ഭരണം വളരെ മോശമായിരുന്നു എന്ന് പറഞ്ഞവരും, ഇനി ക്ഷേമ പെൻഷൻ കൂട്ടുമെന്ന് പറഞ്ഞവരും, കൂട്ടിയിട്ടെന്ത് കാര്യം എന്ന് ചോദിച്ചവരും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായും ഇത്തരം വിഷയങ്ങളിൽ യഥാർത്ഥ അഭിപ്രായത്തിനപ്പുറത്തേക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ കടന്നു വരാറുണ്ട്. പിന്നെ ഓരോരുത്തരും അവരവർ എങ്ങനെയാണ് ഓരോ ആനുകൂല്യങ്ങളെ അല്ലെങ്കിൽ സർക്കാർ ചെയ്യുന്ന പ്രവൃത്തികളെ അല്ലെങ്കിൽ വികസനത്തെ കാണുന്നത്, അത് വ്യത്യസ്ത കാഴ്ചപ്പാടായിരിക്കും. അതെല്ലാം ശരിയാണെന്നും എല്ലാം തെറ്റാണെന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഓരോരുത്തരുടെ വീക്ഷണം അനുസരിച്ചിരിക്കും അതിലെ ശരിതെറ്റുകളൊക്കെ. എന്തായാലും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റു വിഷയവുമായി.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.